ആദരവോടുകൂടി ക്ഷണിക്കുന്നു. അവിടെ നിൽക്കുന്ന ആൾക്കാരെ 2-3-4 കസാര ഇവിടെ ഉണ്ട്, ആണെങ്കിൽ ഇവിടെ വന്നിരിക്കുക. പ്രസംഗം ശരിക്ക് കേൾക്കാൻ വേണ്ടി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. SKSSF കിഴിശ്ശേരി മേഖലാ കമ്മിറ്റി നടത്തുന്ന ഈ ആദർശ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, മേഖലാ പ്രസിഡന്റ് പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ജാഫർ സ്വാദിഖ് ഫൈലി കുഴിമണ്ണ, ഈ വേദിയെ ധന്യമാക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശൈഖുന ഒളവണ്ണ ഉസ്താദ് അവറുകൾ, ഇവിടെ പ്രഭാഷണങ്ങൾ നടത്തിയ ഹുബൈബ് വാഫി, യൂനുസ് ഫൈലി വെട്ടുപാറ, അലവി ദാരിമി കുഴിമണ്ണ, എൻ്റെ സ്നേഹനിധികളായ സുഹൃത്തുക്കളും ഈ മഹത്തായ പരിപാടിയെ ധന്യമാക്കുന്നവരുമായ ഉസ്താദ് MP മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ, ബഹുമാനപ്പെട്ട ഉമർ ദർസി തച്ചണ്ണ, ബഹുമാനപ്പെട്ട മജീദ് ഫൈലി കിഴിശ്ശേരി, സ്വാഗതം പറഞ്ഞ ശിഹാബുദ്ദീൻ, ബഹുമാനപ്പെട്ട ഉമർ ദാരിമി പുളിയക്കോട്, മറ്റു പ്രഗത്ഭരായ സഹപ്രവർത്തകരെ, SKSSFൻ്റെയും സമസ്തയുടെയും മറ്റു കീഴ്ഘടകങ്ങളുടെയും നേതാക്കളെ, ഇവിടെ ഒരുമിച്ചുകൂടി ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരായ കാരണവന്മാരെ, പ്രിയപ്പെട്ട ദീനീ സ്നേഹികളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മഹത്തായ പ്രസ്ഥാനം അതിൻ്റെ പ്രയാണത്തിൽ 100 വർഷത്തോടടുക്കുകയാണ്. സമസ്ത ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ 100 വർഷം പിന്നിടുന്ന ഒരു സംഘടന, സ്വാഭാവികമായി സംഘടനകളുടെ ചരിത്രങ്ങളിൽ 100 കൊല്ലം മുമ്പുള്ള ആളുകൾ രൂപീകരിച്ച ഒരു സംഘടന, 100 വർഷം മുമ്പുള്ള ആളുകളുടെ ആശയങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ ആദർശങ്ങൾ, 100 വർഷം മുമ്പ് ജീവിച്ചവരുടെ അജണ്ടകൾ, അതൊക്കെ സ്വാഭാവികമായി കാലഹരണപ്പെട്ടു പോകുന്നത് പതിവാണ്. അങ്ങനെയാകുമ്പോൾ 100 വർഷം കഴിഞ്ഞാൽ സംഘടനാ ശാസ്ത്രപ്രകാരം ആ സംഘടനയ്ക്ക് പലപ്പോഴും നിലനിൽക്കാനായി സാധ്യമല്ല. എന്നാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷം പിന്നിടുമ്പോൾ കൂടുതൽ ശക്തിയോടുകൂടെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, 10,900-ത്തിലധികം വരുന്ന മദ്രസകൾ. ഓരോ മാസവും സമസ്തയുടെ മദ്രസകളുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞ് അതിൻ്റെ അപ്ഡേഷൻ വരാറുണ്ട്. 556 റേഞ്ച് സംവിധാനങ്ങൾ, 1,01,000-ത്തിലധികം വരുന്ന ഉസ്താദുമാർ, മുഅല്ലിമീങ്ങൾ. കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും സമസ്തയുടെ മദ്രസകളും സമസ്തയുടെ ദീനീ ദഅവത്തുകളും വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സമസ്തക്ക് 15ഓളം വരുന്ന കീഴ്ഘടകങ്ങൾ. അതിലൊരു കീഴ്ഘടകമാണ് SKSSF. SKSSFന് 20-ലധികം വരുന്ന ഉപവിഭാഗങ്ങളുണ്ട്. ഒരു സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രവർത്തനം ഓരോ ദിവസം ചെല്ലുന്തോറും അസൂയാവഹമായ നിലയിൽ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. SKSSFൻ്റെ കഴിഞ്ഞ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഓൺലൈനായി സുതാര്യമായി എല്ലാവർക്കും നോക്കിക്കാണാവുന്ന വിധം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കൃത്യമായ ദിവസം നിശ്ചയിച്ച്, കട്ട് ഓഫ് ഡേറ്റും കട്ട് ഓഫ് ടൈമും നിശ്ചയിച്ച് അതിൻ്റെ ഗ്രാഫ് ഉയർന്ന് കൃത്യസമയത്ത് അവസാനിച്ചപ്പോൾ 1,00,000-ലധികം വരുന്ന പുതിയ കർമ്മോത്സുകരായ സജീവ പ്രവർത്തകർ, യുവാക്കളായ ക്യാമ്പസുകളിലും മറ്റുമൊക്കെ പഠിക്കുന്ന പൊതുപ്രവർത്തകരായ ആളുകൾ ആവേശത്തോടെ ഈ സംഘടനയിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് അതിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിച്ചത്. നമ്മുടെ ഓരോ ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മറ്റുള്ള സംസ്ഥാനത്തെ ആളുകൾ സമസ്തയുടെ പ്രവർത്തനം കൊതിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. 700-ലധികം വരുന്ന മദ്രസകൾ കർണാടക സ്റ്റേറ്റിലുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന മഹാസമ്മേളനം പാലസ് ഗ്രൗണ്ടിൽ ചരിത്രപ്രസിദ്ധമായി ആ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ചരിത്രങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തിയ സമസ്തയുടെ മഹാസമ്മേളനത്തിലേക്ക്
കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അവിടുത്തെ മന്ത്രിമാരും എല്ലാം കടന്നു വന്ന് സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങളെ ആ മഹാസമ്മേളനത്തിന്റെ സംഘാടകനായിട്ട് പോലും സമസ്തയുടെ പ്രസിഡന്റിനെ ഔദ്യോഗിക ഗസ്റ്റായി കൊണ്ടുപോയി. അവർ ബഹുമാനപ്പെട്ട സമസ്തയോട് സയ്യിദുൽ ഉലമയോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. സമസ്തയുടെ പ്രവർത്തനം കർണാടക സ്റ്റേറ്റിൽ കൂടുതൽ വ്യാപിപ്പിക്കണം. അതിനെല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാൻ തയ്യാറാണ്. എന്തുകൊണ്ട്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാനവികത, മതസൗഹാർദ്ദം, നമ്മുടെ നാട്ടിലൊരു വിശുദ്ധമായ സംസ്കാരം. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതപ്രവർത്തനം നടക്കുന്ന ഒരു നാടാണ് കൊച്ചു കേരളം. 10,000-കണക്കിന് മഹല്ല് ജമാഅത്തുകൾ, മദ്രസകൾ, അറബി കോളേജുകൾ, ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ, ദിനേന മതപ്രഭാഷണങ്ങൾ, മതപരിപാടികൾ, ദീനീ ദഅവത്തുകൾ, എല്ലാ തരത്തിലും മതപരമായ ശക്തമായ മുന്നേറ്റമുള്ള ഈ കൊച്ചു കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ പരസ്പര സ്നേഹത്തോടെ ജനങ്ങൾ ജീവിക്കുന്നത്. ഇത് സമസ്ത ഇവിടെ ഒരുക്കിയ ഒരു അടിത്തറ ഇതിന്റെ പിറകിലുണ്ട് എന്ന് മറ്റുള്ള സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന നേതാക്കൾക്ക് പോലും അറിയാം. നമുക്കറിയാം, ശൈഖുനാ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ തൊട്ടടുത്താണ് നമ്മളുള്ളത്. കണ്ണിയത്ത് ഉസ്താദിനെ വാഴക്കാട്ടെ ഹിന്ദുക്കളും അവിടുത്തെ അമ്പല കമ്മിറ്റിയും എത്രമേൽ ബഹുമാനിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു എന്ന്. ശൈഖുനാ ശംസുൽ ഉലമയെ ആ നാട്ടുകാരായ മറ്റു മതക്കാർ എത്രയേറെ ബഹുമാനിച്ചിരുന്നു എന്ന്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലം മുതൽ സമസ്തയുടെ ഉലമാക്കളുടെ, ബഹുമാനപ്പെട്ട സാദാത്തുക്കളുടെ ഒക്കെ ചരിത്രം നമുക്കറിയാം. പാണക്കാട് സയ്യിദ് PMS പൂക്കോയ തങ്ങളും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും നമ്മുടെ നാട്ടിലെ മാനവികത, മതസൗഹാർദ്ദം എത്രമേൽ പുഷ്കലമായി പച്ചപ്പോടുകൂടെയാണ് നിലനിർത്തിയത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും ഒക്കെ നമുക്കറിയാം. ഈ ഒരു വിശുദ്ധമായ പാരമ്പര്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോടൊപ്പം നിന്നുകൊണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളുടെ എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ ഒരു പാരമ്പര്യം നിലനിർത്താൻ അവരൊക്കെ പരിശ്രമിച്ചു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ദീനീ ദഅവത്ത് കടന്നു വന്ന നമ്മുടെ ഈ കൊച്ചു കേരളം, മഖദൂമി പണ്ഡിതന്മാരും കഴിഞ്ഞുപോയ ഇമാമുകളും മഹാന്മാരും അമ്പുറത്തെ തങ്ങളും വെളിയങ്കോട്ട ഉമർ ഖാദിയും പൊന്നാനി സൈനുദ്ദീൻ മഖദൂം തങ്ങളും അവരൊക്കെ നിലനിർത്തിയ ഒരു പാരമ്പര്യം, ഈ പാരമ്പര്യം ഈ നാടിന് ആവശ്യമാണ് എന്ന് അവർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് സയ്യിദുൽ ഉലമയോട് കർണാടക ഭരിക്കുന്ന ഭരണാധികാരികൾ പറഞ്ഞത്, സമസ്തയുടെ പ്രവർത്തനം ഇനിയും കൂടുതൽ കർണാടക സംസ്ഥാനത്ത് ശക്തിപ്പെടുത്തണം. അൽഹംദുലില്ലാഹ്, കർണാടകയിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലെ 2 അറബി കോളേജുകൾ, ജാമിയ കലിമത്തു ത്വയ്യിബ, അത് പിന്നെ പറങ്കിപ്പേട്ട് എന്ന് പറയുന്ന സ്ഥലത്ത്, അതേപോലെ തിരുപ്പൂരിൽ മറ്റൊരു സ്ഥാപനം. ഈ 2 സ്ഥാപനങ്ങളും, ഒരു സ്ഥാപനത്തിൽ 80-ലധികം കുട്ടികൾ, മറ്റൊരു സ്ഥാപനത്തിൽ 65 കുട്ടികൾ. അവരെ ആലിമീങ്ങളാവാൻ തമിഴ്നാട്ടുകാരായ ആലിമീങ്ങളെ സമസ്തയുടെ കീഴിൽ വളർത്തിക്കൊണ്ടുവരികയാണ്. അവിടെ രാമനാഥപുരത്തും വാളയാറും മറ്റ് 2 അറബി കോളേജുകൾ കൂടെ കെട്ടിപ്പടുക്കാൻ സ്ഥലം സമസ്തക്ക് കിട്ടിക്കഴിഞ്ഞു. ഏറെക്കുറെ 300-ഓളം വരുന്ന മദ്രസകൾ തമിഴ്നാട്ടിൽ സമസ്തയുടെ കീഴിലുണ്ട്. അതേപോലെ തമിഴ്നാടും കർണാടകയും ഒഴികെയുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, ആന്ധ്രാപ്രദേശിൽ, ബീഹാറിൽ, ആസാമിൽ, ജാർഖണ്ഡിൽ, വെസ്റ്റ് ബംഗാളിൽ, ഹിന്ദി ബെൽറ്റുകളിൽ UP, മഹാരാഷ്ട്ര ഉൾപ്പെടെ 611 മദ്രസകൾ സമസ്ത അംഗീകരിച്ചിട്ടുണ്ട്. 2000-ലധികം വരുന്ന മദ്രസകൾ നമ്മുടെ പ്രിയപ്പെട്ട ഹുദവി സുഹൃത്തുക്കൾ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയയുടെ കീഴിൽ ഉത്തരേന്ത്യൻ ബെൽറ്റുകളിൽ ഉറുദു മീഡിയത്തിലും ആസാമീസ് ഭാഷയിലും ബംഗാളി ഭാഷയിലുമൊക്കെ അവരെ മദ്രസ പഠിപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. അതിൽ 611 മദ്രസ സമസ്ത അംഗീകരിച്ചിട്ടുണ്ട്. 137 മുഫത്തിഷുമാർ, ഹുദവിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് മുഴുവനും ശമ്പളം കൊടുക്കുന്നത് സമസ്തയാണ്. ഒരു വർഷം ഏറെക്കുറെ 80 ലക്ഷത്തോളം രൂപ സമസ്തയുടെ ദഅവത്തിനൊരു കൈത്താങ് എന്ന പദ്ധതിയിൽ നിന്ന്, ഇപ്പൊ കൈത്താങ് പദ്ധതി നമ്മുടെ മഹല്ലുകളിലും മദ്രസകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പല മഹല്ലുകളിലും പിരിവ് നടന്നു. നടക്കാത്ത മഹല്ലുകൾ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് പിരിവ് നടത്തും. നമ്മൾ അതൊക്കെ വിജയിപ്പിക്കണം. ദഅവത്ത് ഉത്തരേന്ത്യൻ മേഖലകളിൽ
5 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഫണ്ട് നീക്കിവെക്കുന്നത്. ഒന്ന്, ഈ ഉത്തരേന്ത്യൻ ദഅവത്ത്, അവിടെ 42,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഈ ബെൽറ്റിൽ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടങ്ങളിലെ കുട്ടികൾക്ക് കേവലം ഒരു സൗജന്യ നിരക്കിൽ 25% മാത്രം അവരിൽ നിന്ന് വാങ്ങി 75% സൗജന്യമായിട്ടാണ് പാഠപുസ്തകം നൽകുന്നത്. പൊതുപരീക്ഷ അവർക്ക് സൗജന്യമായിട്ടാണ് നടക്കുന്നത്. ഏറെക്കുറെ 3/4 കോടിയോളം രൂപ ആ ഇനത്തിൽ സമസ്ത ചെലവഴിക്കുന്നുണ്ട്. മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മദ്രസ ഉണ്ടാക്കാൻ, പള്ളി ഇല്ലാത്ത സ്ഥലങ്ങളിൽ പള്ളി ഉണ്ടാക്കാൻ, തമിഴ്നാട് ഉൾപ്പെടെ കേരളത്തിലും പലയിടങ്ങളിൽ, എന്റെ ജില്ലയായ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ സമസ്തയുടെ കീഴിൽ പള്ളികൾ വന്നിട്ടുണ്ട്. സമസ്തയാണ് ഫണ്ട് നൽകിയത്. മഹല്ല് ശാക്തീകരണത്തിന് ഈ ഫണ്ടിൽ നിന്ന് സമസ്ത നീക്കിവെക്കുന്നു. അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, നമുക്കറിയാം വയനാട് ദുരന്തത്തിൽ 754 കുടുംബങ്ങൾക്ക് ഇടക്കാല ആശ്വാസം എന്നുള്ള നിലയിൽ 10,000 രൂപ നൽകി. അതോടൊപ്പം ഇനിയും സമസ്ത പല പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ പള്ളികൾ വേണം, മദ്രസകൾ വേണം. അവിടെ ടൗൺഷിപ്പുകൾ വരുമ്പോ അവിടെ ദീനീ ദഅവത്തിന് സമസ്ത അത് ഏറ്റെടുത്ത പ്രൊജക്ടുകളാണ്. ഇതിന് നമ്മൾ ഒരു വെള്ളിയാഴ്ച പിരിവെടുത്ത് നൽകിയ ഫണ്ടിന് പുറമെ അതിൽ തികയാത്തത് ഈ ദഅവത്തിനൊരു കൈത്താങ് എന്ന ഫണ്ടിൽ നിന്നാണ് നീക്കിവെക്കുക. അതോടൊപ്പം തന്നെ തസ്കിയത്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ സമസ്തയുടെ പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി, സുപ്രഭാതം ഉൾപ്പെടെ നമ്മുടെ സത്യധാര, സുന്നി അഫ്കാർ, ഇനി സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 100 വളരെ നല്ല നിലവാരമുള്ള പുസ്തകങ്ങളാണ് പുറത്തിറക്കാൻ പോകുന്നത്. പ്രസിദ്ധീകരണത്തിന് വേണ്ടി, ദീനീ ദഅവത്തിന് വേണ്ടി, സമസ്തയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഈ പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. സമസ്ത വളരുന്നു, സമസ്ത ഉയരുന്നു, സമസ്തയെ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റുള്ള സ്റ്റേറ്റുകാർ പോലും സമസ്തയുടെ പ്രവർത്തനം ആവശ്യപ്പെടുന്നു. ഈ പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകണം. സുപ്രഭാതം നമുക്കറിയാം നമ്മുടെ പത്രമാണ്, ഈ ഉമ്മത്തിന്റെ പത്രമാണ്. കോവിഡ് കാലഘട്ടത്തിൽ എല്ലാ ശബ്ദവും നിലച്ചപ്പോ നമുക്ക് പരിപാടികൾ ഉണ്ടായിരുന്നില്ല, പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. പള്ളികൾ പോലും നമുക്ക് ജുമുഅയും ജമാഅത്തും നടത്താൻ പറ്റാത്ത വിധം ഒറ്റപ്പെട്ടു പോയ ഒരു ഘട്ടത്തിൽ അന്നും എല്ലാ ദിവസവും നമ്മുടെ കാര്യങ്ങൾ പറയാൻ, ഈ ഉമ്മത്തിന് വേണ്ടി ശബ്ദിക്കാൻ നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ പത്രം എത്തിയിരുന്നു. 1 വർഷത്തിലധികമായി ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. നിങ്ങൾ പഠിക്കണം. സുപ്രഭാതത്തിന്റെ ആ മഹത്വം നിങ്ങൾ അപ്പോഴാണ് മനസ്സിലാക്കുക. ഈ കഴിഞ്ഞ 1 വർഷത്തെ കേരളത്തിൽ ഇറങ്ങിയ മുത്തച്ചി പത്രങ്ങൾ, മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ളവർ ഇവിടെ അച്ചുനിരത്തിയത് ഇസ്രയേലിന് വേണ്ടിയായിരുന്നു. ഇസ്രയേലിന്റെ ചെരുപ്പ് നക്കികളായി അവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തി പേനയുന്തിയ ഈ മുത്തച്ചി പത്രങ്ങൾക്ക് മുന്നിൽ ന്യായത്തിനും നീതിക്കും വേണ്ടി, ഫലസ്തീന് വേണ്ടി, അവിടെ അടിച്ചമർത്തപ്പെടുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ശബ്ദിച്ച ഒരേ ഒരു പത്രം, ഇതൊരു അഭിമാനത്തോടുകൂടെയാണ് പറയുന്നത്. അത് സുപ്രഭാതമാണ്. സുപ്രഭാതം ഇവിടെ നിലനിൽക്കണം. നമുക്കറിയാം ഇപ്പോഴും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ പറയാൻ, ആദർശങ്ങൾ പറയാൻ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിലാണ്, വഹാബികൾ വിവാദത്തിലാണ്. അവരുടെ കള്ളക്കളികൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്ന് പുറത്തു കാണിക്കാൻ നമ്മുടെ പത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. റമദാനും റബീഉൽ അവ്വലൊക്കെ വരുമ്പോ ദീനി കാര്യങ്ങൾ പറയാൻ, മതകാര്യങ്ങൾ പറയാൻ നമ്മുടെ പത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് 100ാം വാർഷികത്തോടനുബന്ധിച്ച് അത് 10 എഡിഷനുകളായി, 6 എഡിഷനുകളിൽ തുടങ്ങി ലക്ഷക്കണക്കിന് വായനക്കാരുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ പത്രം ഇൻഷാ അല്ലാഹ് പൊതുസമൂഹം ഏറ്റെടുത്തത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആരൊക്കെ ഇതിനെ തകർക്കാനും അതിനെ കൊഞ്ഞനം കുത്താനും ഉള്ളിൽ നിന്ന് കുത്തിനോവിക്കാനും പരിശ്രമിച്ചാലും ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പൊതുസമൂഹം മനസ്സിലാക്കണം. നമ്മുടെ ഈ നാട്ടിൽ മുസ്ലിം ഉമ്മത്ത് ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കണം. എന്തെങ്കിലും കള്ളപ്രചരണങ്ങൾ നിങ്ങളും വീണു പോകാൻ പാടില്ല. ഇത് തുടങ്ങിയത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. സുപ്രഭാതം തുടങ്ങിയത് സയ്യിദുൽ ഉലമ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ശൈഖുന ചെറുശ്ശേരി ഉസ്താദാണ്, കോട്ടുമല വാപ്പു ഉസ്താദാണ്. അവരൊക്കെ നിരന്തരം ദുആ ചെയ്ത് ആലോചന നടത്തി, ഇസ്തിഖാറത്ത് നടത്തി, ഒരു കബൂലിയത്തോടുകൂടെ തുടങ്ങിയ മഹാന്മാര് തുടങ്ങി വെച്ച ഒരു പത്രമാണ് നമ്മുടെ സുപ്രഭാതം. സുപ്രഭാതം നിലനിൽക്കണം, സമസ്തയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടണം, സമസ്ത വളരണം, സമസ്ത പുരോഗതിപ്പെടണം. ഇവിടെ സമസ്തയെ തകർക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? സമസ്തക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഊതി വീർപ്പിക്കുന്നത് ആരാണ്?
ഓരോ ദിവസവും ചാനലുകളിൽ, പത്രമാധ്യമങ്ങളിൽ സമസ്ത ഇതാ പൊട്ടിത്തെറിയിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചുനിരത്തുന്നത് ആരാ? ഇത് ആരുടെ താല്പര്യങ്ങളാണ്? ഈ ക്ഷുദ്ര ശക്തികളെ തിരിച്ചറിയലാണ് സമസ്തക്കാരുടെയും പൊതുസമൂഹത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ബാധ്യത. എന്താണ് ഇവരുടെ കുശുമ്പ്? എന്താണ് ഇവരുടെ പ്രശ്നം? നമുക്കറിയാം, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സമസ്തയുടെ 85-ാം വാർഷികം കൂരിയാട്ടെ മൈതാനിയിൽ ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ നഗരിയിൽ വിശാലമായി ജനലക്ഷങ്ങൾ പങ്കെടുത്ത് 85-ാം വാർഷികം കണ്ടപ്പോ, അത് കഴിഞ്ഞ് ആലപ്പുഴ കടപ്പുറത്ത് 90-ാം വാർഷിക മഹാസമ്മേളനം കണ്ടപ്പോ, കൊല്ലത്തെ മൈതാനിയിൽ ജമിയത്തുൽ മുഅല്ലിമീന്റെ മഹാസമ്മേളനം കണ്ടപ്പോ, അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിലെ സമ്മേളനം കണ്ടപ്പോ ചില ആളുകൾ ഇവിടെ ഏറ്റവും വലിയ ഭയപ്പാടോടുകൂടെ, ആർക്കാണ് ആ ഭയപ്പാട്? സമസ്ത എതിർത്ത ആളുകൾ, സമസ്ത മാറ്റി നിർത്തിയ ആളുകൾ, സമസ്ത അകറ്റിയ ആളുകൾ. അതിലൊന്നാമത് വഹാബി സംഘടനകളാണ്. എട്ടായി പൊട്ടി തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്ന വഹാബികൾക്ക് സമസ്തയുടെ ഈ ഉയർച്ചയും ശക്തിയും സമസ്തയുടെ മുന്നേറ്റവും സഹിക്കൂല. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എത്ര പതിറ്റാണ്ടായി ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? അവർക്ക് എത്ര സ്റ്റെപ്പാണ് കയറി പോകാൻ കഴിഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് സ്വകാര്യമായി ചോദിച്ചാൽ അവൻ പറയും 3000 അംഗങ്ങളാണ് ഔദ്യോഗിക അംഗങ്ങളുള്ളത്. അവർക്കതിന്റെ ഗ്രാഫ് വല്ലാതെ ഉയർത്താൻ സാധിച്ചിട്ടില്ല. ഓരോ നാട്ടിലും പോയാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വളരാൻ സാധിക്കാതെ അവര് അങ്ങനെ ചുരുങ്ങിപ്പോയി, അവരങ്ങനെ കുടുസായി, അവരില്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പിന്നെ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുന്നത് ഈ സമുദായത്തിൽ ഏത് കാലഘട്ടത്തിലും വഞ്ചന നടത്തിയ, വിള്ളലുണ്ടാക്കിയ, കുത്തിത്തിരിപ്പിന് മാത്രം നേതൃത്വം നൽകിയ മാധ്യമം എന്ന പത്രവും മാധ്യമത്തിന്റെ അതേ ശൈലി സ്വീകരിച്ച് അവരുടെ മീഡിയ വൺ എന്ന ചാനലും ഈ ഉമ്മത്തിനെ ഏത് കാലഘട്ടത്തിലും അനൈക്യമുണ്ടാക്കാൻ മാത്രം തന്ത്രം മെനയുന്ന ഈ മാധ്യമങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി ഒരല്പമെങ്കിലും ചക്രശ്വാസം വലിക്കാതെ അവരങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇവിടെ ഇവർക്കാണ് സമസ്ത തകരണമെന്ന ആഗ്രഹം. ഇവരാണ് ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നത്. വഹാബികൾ, മൗദൂദികൾ, അതേപോലെ സമസ്ത വിലക്കേർപ്പെടുത്തിയ, സമസ്ത പഴച്ചവരാണെന്ന് പറഞ്ഞ കള്ളത്തൊരീക്കത്തുകാർ, സമസ്ത അകറ്റിയവർ. അവർക്ക് പൊതുവായി സമസ്തയോട് ശത്രുതയുണ്ടാകുമല്ലോ. ഈ ശത്രുക്കൾ നിരന്തരം ഗൂഢാലോചനകൾ നടത്തി സമസ്തയെ തകർക്കാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാ. ഈ ചതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അവരാണ് കുപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവര് പറയുന്നത് എന്താ? സമസ്തയുടെ പിന്നിൽ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷൻ ഉണ്ട്, സമസ്തയുടെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് സ്ലീപ്പിംഗ് സെല്ലുണ്ട്, സമസ്തക്കുള്ളിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ കടന്നുകൂടിയിട്ടുണ്ട്, സമസ്തയെ നിയന്ത്രിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമസ്തയുടെ ഉലമാക്കളെ, സയ്യിദുൽ ഉലമ മുതൽ സമസ്തയുടെ മുഷാവറ അംഗങ്ങളെ, സമസ്തയുടെ യുവജന നേതാക്കളെ നിരന്തരമായി ഇങ്ങനെ ചാപ്പകുത്തി വേട്ടയാടാൻ ഇതിന് തന്ത്രം മെനഞ്ഞത് ഈ വഹാബികളും മൗദൂദികളും ഇത്തരത്തിലുള്ള ക്ഷുദ്ര ശക്തികളാണ്. അവരുടെ കെണിവലയിൽ വേറെ ചില ആളുകളും പെട്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. ഈ ആദർശ സമ്മേളനങ്ങൾ ജനകീയമായി ആളുകൾ ഏറ്റെടുക്കുകയാണ്. SKSSF അതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ തുറന്നു കാണിക്കുമ്പോ ഈ തെറ്റുദ്ധാരണ മാറ്റി കുറെ ആളുകൾ മടങ്ങി വരുന്നുണ്ട്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കാലഘട്ടം മാറുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനനുസരിച്ച് സമസ്തക്ക് മുന്നേറ്റം ഉണ്ടാകും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരും, ശക്തിപ്പെടും. സമസ്തയുടെ നേതൃരംഗത്തുള്ള ആളുകൾ അങ്ങനെ മികച്ച ആളുകളാകും. അൽഹംദുലില്ലാ, ഇന്ന് നമ്മുടെ നേതൃത്വത്തിൽ സയ്യിദുൽ ഉലമയുണ്ട്. സയ്യിദുൽ ഉലമ അറബികളോട്, മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകളോട് അവരുടെ ഭാഷകളിലൊക്കെ സംസാരിക്കാൻ കഴിവുള്ള, ഞങ്ങൾക്കൊക്കെ പലപ്പോഴും അനുഭവമാണ്, വളരെ ഫ്ലുവൻ്റായി അറബികളോട് സംസാരിക്കാൻ കഴിവുള്ള, ലോകരാഷ്ട്രങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടങ്ങളിലൊക്കെ ഇടപെടാൻ കഴിവുള്ള, ഏത് കാര്യത്തിലും നിലപാടുള്ള ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. സയ്യിദുൽ ഉലമ പത്രക്കാരുടെ മുന്നിൽ ഒരു പതർച്ചയും ഉണ്ടാവാറില്ല. ഏത് ചാനലുകാരന്റെ മുന്നിലും. നമ്മുടെ കേരളക്കരയിൽ ഒരു ഘട്ടത്തിൽ നാർക്കോട്ടിക് വിവാദമുണ്ടായപ്പോ നമ്മുടെ തെക്കൻ കേരളത്തിൽ അവിടെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ
അതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയപ്പോ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ചില അച്ഛന്മാര് പോലും കടന്നു വന്നപ്പോ അന്ന് കേരളത്തിലെ പൊതുമാധ്യമ പത്രപ്രവർത്തകർ, ചാനലുകാർ അവര് പറഞ്ഞു, ഈ അച്ഛന്മാർ ട്യൂഷന് പോകണം. ഈ അച്ഛന്മാർ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമയുടെ മുന്നിലേക്ക് ഒരു നിലപാട് പറയാൻ ട്യൂഷന് പോകണം എന്ന് വരെ പറയുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അത്ര സമർത്ഥമായി പത്രക്കാരന്റെ മുന്നിൽ, ചാനലുകാരന്റെ മുന്നിൽ നിലപാട് പറയുന്ന സയ്യിദുൽ ഉലമ, ചില ആളുകൾക്ക് വലിയ ആക്ഷേപം എന്തിനാണ് സമസ്തയുടെ പ്രസിഡന്റ് ചാനലുകാരുടെ മുന്നിൽ വരുന്നത്? കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ വന്നിട്ടില്ലല്ലോ കൂട്ടരെ, അന്ന് ഈ ചാനലുകളില്ല. അതേപോലെ കോയക്കുട്ടി ഉസ്താദ് വന്നിട്ടില്ലല്ലോ, കാളമ്പാടി ഉസ്താദ് വന്നിട്ടില്ലല്ലോ. അവരെ പോലെയാവണം സമസ്തയുടെ പ്രസിഡന്റ്. ഇന്ന് ചാനലുകാരുടെ മുന്നിൽ വരാൻ പാടില്ല, നിലപാട് പറയാൻ പാടില്ല, പ്രഭാഷണം നടത്താൻ പാടില്ല, ജനങ്ങളുടെ മുന്നിൽ അംഗീകാരം കിട്ടാൻ പാടില്ല. സമസ്തയുടെ പ്രസിഡന്റിന് കർണാടക സ്റ്റേറ്റിന്റെ ഗസ്റ്റായി അങ്ങോട്ട് കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക അതിഥിയായി കർണാടക ഗവൺമെന്റിന്റെ വാഹനത്തിൽ സമ്മേളനത്തിലേക്ക് വരാൻ പാടില്ല. ഇതൊക്കെ കണ്ണിയത്ത് ഉസ്താദ് ചെയ്തിട്ടുണ്ടോ? ഇത് കോയക്കുട്ടി ഉസ്താദ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പഴയകാലം പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ, നിങ്ങൾ നിഷ്കളങ്കരല്ല, നിങ്ങൾ നിഷ്കളങ്കരല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഇതിലൊക്കെ അഭിമാനമാണുള്ളത്. സയ്യിദുൽ ഉലമ പറഞ്ഞെടുത്ത് എവിടെയെങ്കിലും പാളിയോ? ഏതെങ്കിലും വിഷയത്തിൽ മുമ്പുണ്ടായ വഖഫ് വിവാദം, വഖഫ് ബോർഡ് അതിലെ നിയമനം PSCക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് എന്താ സയ്യിദുൽ ഉലമ പറഞ്ഞത്? സയ്യിദുൽ ഉലമ പറഞ്ഞത്, ഇവിടുത്തെ എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞത്, ഇവിടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നവർ പറഞ്ഞതാണ്. അന്ന് സയ്യിദുൽ ഉലമ പറഞ്ഞത്, ഗവൺമെന്റിനോട് പറഞ്ഞു PSCക്ക് വിടാൻ പാടില്ല, വഖഫ് ബോർഡിന്റെ നിയമനം PSCക്ക് വിടരുത്. പിന്നെ അത് സയ്യിദുൽ ഉലമ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിക്കുന്നതാണോ പ്രശ്നം? സയ്യിദുൽ ഉലമ അതിൽ ഇടപെടുന്നതാണോ പ്രശ്നം? അതിന്റെ പേരിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്താൻ ഇറങ്ങി പുറപ്പെട്ടവർ. സയ്യിദുൽ ഉലമ കോവിഡ് കാലഘട്ടത്തിന് മുമ്പ് പൗരത്വ വിരുദ്ധ റാലികൾ ഉണ്ടായപ്പോ നാടായ നാട് മുഴുവൻ ഇളകി. നമ്മളൊക്കെ പടുകൂറ്റൻ റാലികളിൽ പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്തു. അന്ന് കേരള ഗവൺമെന്റ് നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കി. എന്തിനെതിരെ? പൗരത്വത്തിനെതിരെ. പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റ് പ്രമേയം പാസാക്കി. കേരള ഗവൺമെന്റിനെ പിന്തുണച്ചുകൊണ്ട് സയ്യിദുൽ ഉലമ രംഗത്ത് വന്നു. കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ, നിയമസഭ എന്ന് പറഞ്ഞാൽ അത് CPM മാത്രമല്ലല്ലോ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ലല്ലോ. 140 MLA-മാരുള്ള അവരെല്ലാവരും ഒന്നിച്ച് പിന്തുണച്ചുകൊണ്ടുള്ള പ്രമേയമാണ് നിയമസഭ പാസാക്കിയത്. അതിനെയാണ് സമസ്ത പിന്തുണച്ചത്. അതിന്റെ പേരിൽ സയ്യിദുൽ ഉലമയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തി. ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പാടില്ല, അവിടെയും കേരള ഗവൺമെന്റ് നിയമസഭ പ്രമേയം പാസാക്കി. സയ്യിദുൽ ഉലമയും സമസ്തയും സമസ്തയുടെ പ്രഭാഷകരൊക്കെ അതിനെ പിന്തുണച്ചു. ഞങ്ങളെയൊക്കെ അതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തി. ഞാന് മലപ്പുറത്ത് പ്രസംഗിച്ചു പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട്. പൗരത്വ നിയമം അത് അറബിക്കടലിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന സംരക്ഷണ സമിതിയാണ് അവിടെ പരിപാടി സംഘടിപ്പിച്ചത്. അത് CPM-ന്റെ പരിപാടിയാണെന്ന് കള്ളപ്രചരണം നടത്തി. മിക്കവാറും ജില്ലകളിൽ കോഴിക്കോട് നടത്തി. ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറയാണ് അവിടെ പങ്കെടുത്തത്. കണ്ണൂരിൽ നടത്തി. അവിടെ OP അഷ്റഫ് സാഹിബ് SKSF-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പങ്കെടുത്തത്. വിവിധ ജില്ലകളിൽ സമസ്തയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ഞങ്ങളൊക്കെ അവിടെ പറഞ്ഞ കാര്യം എന്താണ്? പൗരത്വത്തിനെതിരെ. ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് അതിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും UDF-ന്റെ പരിപാടികളിൽ സമസ്തയുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടില്ലേ? അന്ന് UDF-ഉം LDF-ഉം പൗരത്വത്തിനെതിരെ റാലികളും മഹാസമ്മേളനങ്ങളും നടത്തിയപ്പോ അതിലൊക്കെ സമസ്തയുടെ പ്രതിനിധികൾ പങ്കെടുത്ത് ഗവൺമെന്റ് പ്രമേയം പാസാക്കിയതിന് അനുകൂലിച്ചിട്ടുണ്ട്, UDF-ന് അനുകൂലിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഈ ഉമ്മത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ പാരമ്പര്യത്തിന് വേണ്ടി ആരൊക്കെ ശബ്ദിച്ചുവോ അതിന്റെ കൂടെ സമസ്തക്കാരൻ നിന്നിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളാരും CPM-ന്റെ ഒരു ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല. CPM-ന്റെ ഇലക്ഷൻ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല.
കള്ളപ്രചരണം നടത്തി ഈ ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന ചാപ്പ കുത്തിയതാരാണ്? ഇതിന്റെ യഥാർത്ഥ പ്രതികളെ നിങ്ങൾ കണ്ടെത്തണം, മനസ്സിലാക്കണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, അള്ളാഹു ദീർഘായുസ്സും കരുത്തും പ്രദാനം ചെയ്യട്ടെ. ഞങ്ങൾക്കൊക്കെ അറിയാം ഏത് കാലഘട്ടങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് 89-ൽ മാത്രമല്ല 89-ന് മുമ്പ് മുത്തല്ലിമായിരുന്ന കാലഘട്ടം മുതൽ സമസ്തക്ക് വേണ്ടി 24 മണിക്കൂറും ഓടി നടന്ന് ഒരുപാട് ആട്ടും തുപ്പും കേട്ട് ഇന്നും എല്ലാ ആക്ഷേപങ്ങളും പൂമാല പോലെ സ്വീകരിച്ചു മുന്നോട്ട് പോകുന്ന SYSന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവിനെ അറിയാം, അദ്ദേഹത്തിന്റെ വ്യക്തിവിശുദ്ധി അറിയാം, അദ്ദേഹത്തിന്റെ നിലപാടറിയാം. ഞങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തെ വെറുക്കാനും ഈ ചാപ്പകുത്താനും ചില കാരണങ്ങളുണ്ട്. മുമ്പ് ചില പൊതുവിഷയങ്ങൾ വന്നപ്പോ ചില വഹാബികളായ ആളുകൾ, അവർ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ്. മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വരെ വഹാബികളുണ്ട് എന്ന് നമുക്കറിയാം. ഈ വഹാബികളായ ആളുകൾക്ക് ഹമീദ് ഫൈലിയെ കണ്ടുകൂടാ, അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണം എന്ന് തുടങ്ങിയതാ. ഈ സമുദായത്തിനകത്ത് പൊതുപ്രവർത്തകരായ ചില ആളുകൾ ശരീഅത്തിനെതിരായ ചില നിലപാടുകൾ പറഞ്ഞു. വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട്, നിഖാബ്, പെൺകുട്ടികളുടെ ഹിജാബുമായി ബന്ധപ്പെട്ട് വഹാബികളുടെ ആശയങ്ങൾ, മൗദൂദികളുടെ ആശയങ്ങൾ സുന്നികൾക്കെതിരായി. ഇതിനെതിരെ അതോടൊപ്പം ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട്, നിലവിളക്കുമായി ബന്ധപ്പെട്ട്, ആണും പെണ്ണും വിദ്യാലയങ്ങളിൽ ഇടകലർന്നിരിക്കുന്ന ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം സമ്മേളനങ്ങളിലും ക്യാമ്പുകളിലും ജുമുഅ നടത്തുന്നതുമായി ബന്ധപ്പെട്ട്, മുത്തലാഖ് നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ പല വിഷയങ്ങളിൽ സമസ്തക്കെതിരായ, സുന്നത്ത് ജമാഅത്തിനെതിരായ, അതോടൊപ്പം തന്നെ നമ്മുടെ നിലപാടുകൾക്കും പാരമ്പര്യത്തിനും എതിരായ, പലപ്പോഴും ദീനി ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ വന്നപ്പോ ഹമീദ് ഫൈലി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്. അത് പ്രതികരിക്കുമ്പോ ചില ആളുകൾ, പൊതുപ്രവർത്തകരായ ആളുകൾ, അവർ പട്ടിക്കാട് ജാമ്യയിൽ വരാറുണ്ട്. അവിടെ വന്നവർ പ്രഭാഷണം നടത്താറുണ്ട്. നമ്മൾ കേൾക്കാറില്ലേ? സമസ്തയുടെ വേദികളിൽ ചില പൊതുപ്രവർത്തകർ വന്ന് പ്രസംഗിക്കും. അതേ പൊതുപ്രവർത്തകർ ജാമിയ നദവിയ എടവണ്ണയിൽ പോയാൽ അവിടെ അവർ തൗഹീദും ശിർക്കും പറയും. അവർ ശിർക്കിനെതിരെ പ്രസംഗിക്കും. ശിർക്കിനെതിരെ എന്ന പേരിൽ ഇവിടെ സുന്നികളെ, കണ്ണിയത്ത് ഉസ്താദിന്റെ സുന്നത്ത് ജമാഅത്തിനെ, ശംസുൽ ഉലമയുടെ സുന്നത്ത് ജമാഅത്തിനെ ഉറുക്കും മന്ത്രവും മൗലിദും റാത്തീബും ഹദ്ദാദും മജ്ലിസുന്നൂറും സിയാറത്തും ആണ്ടും ഈ കാര്യങ്ങൾക്കെതിരെ ജനപ്രതിനിധികൾ ചിലപ്പോൾ അവിടെ പോയി സംസാരിക്കാറുണ്ട്. ആ സംസാരങ്ങളൊക്കെ ഇപ്പോഴും പലപ്പോഴും യൂട്യൂബിലും മറ്റുമൊക്കെ ലഭ്യമാണ്. ഇത് സമസ്തക്കാർക്ക് വേദനയുണ്ടാക്കും. ഹമീദ് ഫൈലിയെ പോലെയുള്ള പ്രവർത്തകർ അതിനെതിരെ പ്രതികരിക്കും. ചില പ്രഭാഷകർ, പൊതുപ്രവർത്തകരായ ചില പ്രഭാഷകർ, ഒരു പ്രഭാഷകൻ പറഞ്ഞത് എന്താണ്? മുജാഹിദ് വേദിയിൽ ചെന്ന് പറഞ്ഞത് എന്താ? നിങ്ങൾ ഇവിടെ നിലനിൽക്കണം, നിങ്ങൾ ഐക്യത്തോടെ മുന്നോട്ട് പോകണം. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ നിലനിന്നാലേ ഖുറാഫാത്ത് കുറച്ചെങ്കിലും കുറയൂ, ഖുറാഫാത്ത് കുറച്ചെങ്കിലും കുറയാൻ നിങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് പ്രസംഗിച്ചു. ഇതൊക്കെ ഞങ്ങൾക്ക് വേദനയുണ്ടാകും. ഏതാണ് ഖുറാഫാത്ത്? പാണക്കാട് ഒരു വട്ടമേശയുണ്ട്. പൂക്കോയ തങ്ങളുടെ കാലഘട്ടത്തിൽ പൂക്കോയ തങ്ങളുടെ കറാമത്തിന് പകരമായി ഒരാശാരി സംഭാവന ചെയ്ത ഒരു വട്ടമേശ. ആ വട്ടമേശയുടെ ചുറ്റുഭാഗത്താണ് ആളുകൾ കൂടാറുള്ളത്. ആ വട്ടമേശയുടെ അടുത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉറുക്കുണ്ടാക്കി, ഒരു കടലാസിൽ കളം വരച്ച് ഉറുക്കുണ്ടാക്കി അത് മടക്കി ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് രഹസ്യമായി വീഡിയോയിൽ പകർത്തി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജിദ്ദയിലെ ഘടകം ജിദ്ദ ഇസ്ലാഹി സെന്റർ അന്ന് പഴയ കാലഘട്ടത്തിൽ, കാസറ്റുള്ള കാലഘട്ടത്തിൽ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി അറബികൾക്കിടയിൽ പ്രചരിപ്പിച്ചു. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബവും, പാണക്കാട്ട് കുടുംബത്തെയാണ് ആക്ഷേപിച്ചത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും കേരളത്തിലെ ഖുറാഫാത്തുകൾക്ക് നേതൃത്വം നൽകുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറബികൾക്കിടയിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നിന്ദിച്ച് അവർ ചെയ്യുന്ന ഈ ഉറുക്കിനെ, മന്ത്രത്തെ, വെള്ളത്തിൽ ഊതിക്കൊടുക്കുന്നതിനെ, മന്ത്രിക്കുന്നതിനെ, മൗലിദോതുന്നതിനെ ഖുറാഫാത്ത് എന്ന് പറഞ്ഞ ആക്ഷേപിച്ച ആളുകൾ, പൊതുപ്രവർത്തകരായ ആളുകൾ മുജാഹിദ് വേദികളിൽ പോയി ഈ ഖുറാഫാത്ത് കുറയാൻ നിങ്ങൾ മുജാഹിദുകളെ നിങ്ങൾ ഐക്യപ്പെട്ട് ഇവിടെ നിലനിൽക്കണമെന്ന് പറയുമ്പോൾ സുന്നികൾക്കും സമസ്തക്കാർക്കും പാണക്കാട്ട് സാദാത്തുക്കളെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ള സുന്നത്ത് ജമാഅത്തിന്റെ അനുഷ്ഠാനങ്ങളെ സ്നേഹിക്കുന്നവർക്കും വേദനയുണ്ടാകും. ആ സമയത്ത് ഹമീദ് ഫൈലിയെ പോലെയുള്ള ആളുകൾ പ്രതികരിക്കാറുണ്ട്. അപ്പൊ വഹാബി ബാധയേറ്റ
ചില പൊതുപ്രവർത്തകരും ചില ആളുകളും ഹമീദ് ഫൈദിയെ ടാർഗറ്റ് ചെയ്തു. ഹമീദ് ഫൈദി ലീഗ് വിരുദ്ധനാണ്, കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ആക്ഷേപിച്ചു. ഇന്നും അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവിന്റെ നാട്ടിലെ വാർഡിലെ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ്. സത്താർ പന്തല്ലൂർ അദ്ദേഹത്തെ അറിയുന്ന നാട്ടുകാർക്കറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലൈൻ എന്താണ് എന്ന്. മുസ്തഫ മാസ്റ്റർ മുണ്ടപാറ, മുക്കം ഉമർ ഫൈദി ഉസ്താദ് ഉൾപ്പെടെ അദ്ദേഹം പല വേദികളിലും പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹത്തിന്റെ വീട് പലപ്പോഴും ലീഗിന്റെ ഓഫീസാ. കാരണം അദ്ദേഹത്തിന്റെ മകൻ ലീഗിന്റെ അവിടുത്തെ ഒരു ഭാരവാഹിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചന്ദ്രികാ പത്രമാണ് വരുത്തുന്നത്, ഞാൻ ലീഗിന്റെ ആശയക്കാരനാണ്. ഇവിടെ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ, സമസ്തക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ ഈ നേതാക്കളെ കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തിയത്, അതങ്ങനെ നിരന്തരം പ്രചരിപ്പിച്ചത് ഇന്നും നമ്മൾ ചാനൽ കണ്ടില്ലേ. ലീഗ് വിരുദ്ധരെ മാറ്റി നിർത്തി, അതാണ് ചാപ്പകുത്തൽ. ആരാണിത്? ഈ ചാനലുകാർ, ഈ പത്രപ്രവർത്തകർ. അതിനൊക്കെ ആശയം കൊടുത്തത് ഏറ്റവും പ്രധാനമായി ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. മീഡിയ വണ്ണാണ്, മാധ്യമം പത്രമാണ്. ഇവര് നിരന്തരം പ്രചരിപ്പിച്ചു. ഇത് ചില ആളുകൾ ഏറ്റെടുത്തു. അതല്ലേ സത്യമായിട്ടുണ്ടായത്? പിന്നെ ഒരു കാര്യം ആത്മാർത്ഥമായി നിങ്ങൾ മനസ്സിലാക്കണം. ഈ അടുത്ത കാലഘട്ടത്തിലായി നമുക്കിടയിൽ നേരത്തെ യൂനുസ് ഫൈദി പറഞ്ഞതുപോലെ ഉമ്മത്ത് മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? എന്നിട്ട് മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെയും സമസ്തയുടെ നേതാക്കളെയും തമ്മിലടിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഒരുപാട് കള്ളപ്രചരണങ്ങൾ നടത്തിയത്. അതിന്റെ പിന്നിൽ മറ്റൊരു പുതിയ ശക്തി കൂടെ കടന്നു വന്നു. അപ്പോഴാണ് ഇത് കൂടുതൽ വഷളായത്. അത് നമുക്കറിയാം. CIC-ക്കെതിരെ സമസ്ത നടപടി സ്വീകരിച്ചു. അപ്പോ CIC അനുകൂലിക്കുന്ന ആളുകൾ, കുറച്ച് ചെറുപ്പക്കാരായ വാഫി സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ നിരന്തരം ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, ഫേസ്ബുക്കുകളിൽ വ്യാജ ഐഡികൾ ഉണ്ടാക്കി, കള്ളപ്രചരണങ്ങൾ നിരന്തരം അവർ നടത്തി. അവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തലും ഈ പത്രപ്രവർത്തകർക്ക് ഇങ്ങനെ പലതും എത്തിച്ചു കൊടുക്കലും ഈ വെള്ളിലുണ്ടാക്കിയതിലും അവർക്കും വലിയ പങ്കുണ്ട്. എന്റെ പൊന്നുമക്കളോട് പറയട്ടെ, നിങ്ങൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് സമസ്ത എന്ന വിശുദ്ധമായ പാതയിലേക്ക് തിരിച്ചു വരാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഏറ്റവും അവസാനം അബ്ദുൽ ഹക്കീം ഫൈദി ആദർശേരിയോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്കെതിരെ സമസ്ത നടപടി സ്വീകരിക്കാൻ എന്താ കാരണം? അദ്ദേഹം പറഞ്ഞ 3 മറുപടിയാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയപരമായ ചില പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമസ്തക്കുള്ളിൽ ചില കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അപ്പോ ഞാനും എൻ്റെ മക്കളും മുസ്ലിം ലീഗിന്റെ കൂടെ അടിയുറച്ചു നിന്നതിന്റെ പേരിൽ സമസ്തക്കുള്ളിലെ കമ്മ്യൂണിസ്റ്റുകളാണ് എനിക്കെതിരെയും CIC-ക്കെതിരെയും നടപടി സ്വീകരിക്കാൻ ഒന്നാമത്തെ കാരണം അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒറ്റ വാക്കിലെ പറഞ്ഞുള്ളൂ, രാഷ്ട്രീയപരമായ സമ്മർദ്ദം എന്നത്. അത് ചില പത്രക്കാർ ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ അത് അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ ചില ആളുകൾക്കുള്ള വ്യക്തിവിരോധം, അദ്ദേഹത്തോടുള്ള വ്യക്തിവിരോധം. മൂന്നാമത്തെ കാരണം പറഞ്ഞത്, സമസ്ത പഴഞ്ചനാണ്, പുരോഗതിപ്പെടാത്തത് കൊണ്ട്. സമസ്ത പുരോഗതിപ്പെടാത്തത് കൊണ്ട് ഞങ്ങളൊന്ന് പറയുന്നു, ഹക്കീം മുസ്ലിയാരോട്, നിങ്ങളും നിങ്ങളുടെ മക്കളും ഈ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷൻ പറഞ്ഞുകൊണ്ട് വേട്ടയാടാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഞങ്ങൾ ഇതൊക്കെ തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനം. ഈ SKSSF-ന്റെ ഈ ആദർശ മഹാസമ്മേളനങ്ങൾ ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തു. എല്ലാ നാടുകളിലും നിരന്തരം പ്രോഗ്രാമുകളാണ്. അവിടെയൊക്കെ ആളുകൾ വളരെ ആവേശത്തോടു കൂടെയാണ് ഒരുമിച്ച് കൂടുന്നത്. ഈ സത്യം മനസ്സിലാക്കുന്നത്, സമസ്തയുടെ കീഴിൽ അല്ലെങ്കിൽ SKSSF-ൽ സമസ്തയുടെ പ്രവർത്തകർ ആരും പാണക്കാട് വിരോധികളായിട്ട് ആരുമില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ലീഗ് വിരോധികളായിട്ട് ആരുമില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. കൃത്യമായ തെളിവോടുകൂടെ SKSSF-ലോ SYS-ലോ സമസ്തയിലോ ലീഗ് വിരോധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അച്ചാരം വാങ്ങിയവരോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരോടും ഒരു വിരോധം കൊണ്ട് നടന്ന് പ്രവർത്തിക്കുന്ന ആളുകളില്ല. പാണക്കാട്ടെ തങ്ങന്മാർക്കെതിരെ ഞങ്ങളാരും എവിടെയും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, ഞങ്ങളാരും എവിടെയും പ്രസംഗിച്ചിട്ടില്ല, ഞങ്ങൾ എഴുതിയിട്ടില്ല. ഇത് തെളിയിക്കാൻ ഈ പറയുന്ന ആളുകൾ തയ്യാറാവണം. അബ്ദുൽ ഹമീദ് ഫൈദി വളാഞ്ചേരിയിൽ വെല്ലുവിളിയോടുകൂടെ പറഞ്ഞില്ലേ, നിങ്ങൾ തെളിയിക്കണം. SKSSF-ന്റെ ആദർശ സമ്മേളനം തുടങ്ങിയിട്ട് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുതൽ എത്ര ദിവസങ്ങൾ, ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഈ പരിപാടി ഉൾപ്പെടെയുള്ള ആളുകളെ ആദർശ സമ്മേളനം എന്ന് പറഞ്ഞ അതിനൊരു ചാപ്പകുത്തല, അത് ലീഗ് വിരുദ്ധ സമ്മേളനമാണ്, അത് പാണക്കാട്ടെ തങ്ങന്മാർക്കെതിരാണ്. ഒന്ന് ചോദിക്കട്ടെ, എവിടെയെങ്കിലും ഒരു വാക്കുകൊണ്ട്, ഒരു ചെറിയ ഇടപെടൽ കൊണ്ട്
തങ്ങന്മാർക്കെതിരെയോ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയോ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. ഇവരുടെ കള്ളപ്രചരണത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോയതാ. ഇവര് നിരന്തരം, കാരണം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ കാലമാണല്ലോ, നമ്മൾ മുഴുവൻ വിശ്വസിക്കുന്നത് വാട്സപ്പിൽ വരുന്നതാ. ഒരു പോസ്റ്റർ വന്നാൽ അതിൽ വിശ്വസിച്ചു, ഒരു മെസ്സേജ് വന്നാൽ അതിൽ വിശ്വസിച്ചു. കള്ളത്തരത്തിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി നമ്മുടെ നേതാക്കളെയൊക്കെ വ്യക്തിപരമായി വേട്ടയാടി വേദനിപ്പിക്കുന്ന ആളുകൾ. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസ്സലാം ബാക്കവി വടക്കേക്കാട്, അദ്ദേഹം ഒരു സൂഫി വര്യനാണ്, ഞങ്ങൾക്കറിയാം. വലിയ ഒരു ആബിദാണ്, ഞങ്ങൾക്കറിയാം. ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ഒരു മഹാനാണ്. ആ മഹാനെ നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് വ്യക്തിപരമായി വേട്ടയാടാൻ കാരണം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചില വാഫി സുഹൃത്തുക്കൾ കള്ളക്കഥ പറഞ്ഞു കൊടുത്തത് കൊണ്ട് അയാൾക്ക് പ്രതികരിക്കേണ്ടി വന്നതാണ് എന്ന്. എന്തിനാണ് മക്കളെ നിങ്ങൾ ഈ മഹാന്മാരെ വേദനിപ്പിക്കുന്നത്? ഉള്ളത് നിങ്ങൾക്ക് പറയണമെങ്കിൽ പറയാം. ഇവരെയൊക്കെ വ്യക്തിപരമായി വേട്ടയാടുന്നത്, ഇങ്ങനെ വ്യക്തിപരമായി വേട്ടയാടിയാൽ ഞങ്ങൾ ഈ ദഅവത്ത് നിർത്തുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. നിങ്ങൾ തെറ്റ് തിരുത്തി തിരിച്ചു വരികയാണ് വേണ്ടത്. എന്താണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് അത് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഞാൻ ഇൻഷാ അല്ലാഹ് അത് പറയാം. CIC-യുമായി ബന്ധപ്പെട്ട വിഷയം പറയാം. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സമസ്തയുടെ മുശാവറാംഗങ്ങളും സമസ്തയുടെ യുവജന നേതാക്കളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ഇവിടെ കണിശമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദീനി ശരീഅത്ത് കണിശമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സമസ്തയുടെ പാരമ്പര്യം അത് ഒരിക്കലും മുൻഗാമികളോട് ഒരു അനീതി ചെയ്യാതെ കൃത്യമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇവിടെ മാറണം എന്ന് പറഞ്ഞ സമസ്ത മാറാൻ തയ്യാറല്ല. അതാണല്ലോ ഇവരുടെയും ആവശ്യം. സമസ്ത കാലഘട്ടത്തിനനുസരിച്ച് മാറണം, സമസ്ത പുരോഗതിപ്പെടണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പുരോഗതിപ്പെടാൻ തയ്യാറല്ല. ഇത് പഴഞ്ചൻ സ്വഭാവത്തോടുകൂടെ തന്നെ നിലനിൽക്കണം. അതാണ് വിഷയം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മാറി ദയനീയമായി. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി ഇവിടെ ഉണ്ടാകുമല്ലോ, ഇവിടെ നാളെ മറ്റുണ്ടെന്ന് കേട്ടു. ജമാഅത്തെ ഇസ്ലാമിക്കാരാ, നിങ്ങൾ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ സ്ഥാപിച്ചത്, നിങ്ങൾക്ക് എന്തേ അതിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കാത്തത്? ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഹുക്കൂമത്തെ ഇലാഹിയാണ്. ഒരുപാട് ഉദ്ധരണികൾ വെച്ച് പറയാനുണ്ട്. മൗദൂദി സാഹിത്യങ്ങൾ, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. മൗദൂദി സാഹിത്യങ്ങളിൽ മുഴുവനും പറയുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഹുക്കൂമത്തെ ഇലാഹി, ഒരു തുണ്ട് ഭൂമിയിലാണെങ്കിലും. അങ്ങനെയാണല്ലോ മൗദൂദിയുടെ സ്വപ്നം ചെറിയ രൂപത്തിൽ പൂവണിഞ്ഞത്. പത്താങ്കോട്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം അദ്ദേഹം സ്ഥാപിച്ചത്. പക്ഷേ പിന്നീട് ആ രാഷ്ട്രം വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തിന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നു. ഞാൻ വിശദമായി ആ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയല്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം മതരാഷ്ട്രവാദമല്ല എന്ന് ഇന്നത്തെ അമീർ പി മുജീബ് റഹ്മാൻ പത്രക്കാരന്റെ മുന്നിൽ വന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു വഞ്ചനയായിട്ട് മാത്രമേ ഞങ്ങൾ മനസ്സിലാക്കൂ. കേരളത്തിലെ പത്രക്കാർ തന്നെ അത് പൊളിച്ച് കയ്യിൽ കൊടുത്തത് വേറെ കാര്യം. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ, താത്വിക ആചാര്യനാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ 2021 പ്രസംഗം പൊതുമേഖലാ ചാനലുകളിൽ ഇന്നലെയും മറ്റുമൊക്കെ പ്ലേ ചെയ്തുകൊണ്ടാണ് അത് പൊളിച്ചു കളഞ്ഞത്. ഇയാൾ പറഞ്ഞത് എന്താ? ആരാധനകൾ പൂർണ്ണമാകണമെങ്കിൽ പോലും ഇസ്ലാമിക ഗവൺമെന്റ് വരണം എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആരാധന എന്ന് പറഞ്ഞ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ആരാധനകൾ പൂർണ്ണമാകണമെങ്കിൽ ഇസ്ലാമിക ഭരണമുണ്ടായാലേ പൂർണ്ണമാകൂ. ഇവിടുത്തെ പള്ളി മഹല്ലുകൾ, ഇവിടുത്തെ സക്കാത്ത് കമ്മിറ്റികൾ, ഇവിടുത്തെ ഹിജറ കമ്മിറ്റികൾ, ഹിലാൽ കമ്മിറ്റികൾ, അതൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസങ്ങളാണ്. ഇസ്ലാമിക ഗവൺമെന്റ് വരാനുള്ള അതിനുള്ള സംവിധാനങ്ങളാണ്. ഇസ്ലാമിക ഗവൺമെന്റ് വന്നാലേ ആരാധന പൂർത്തിയാകൂ എന്ന് 2021 നിലപാടാണ് ഷൂറ മെമ്പറും അവരുടെ ആചാര്യനുമായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞത്. എന്താ അതിനർത്ഥം? മതരാഷ്ട്രവാദത്തിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ല, മൗദൂദി ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഞങ്ങൾ പറയുന്നു 1400 കൊല്ലമായി ഇവിടെ മുസ്ലിങ്ങൾ ജീവിച്ചിട്ടുണ്ട്. 100-ലധികം സ്വഹാബിമാര് കേരളത്തിൽ വന്ന് ജീവിച്ച് മരണപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളി മഹല്ലുകൾ കൊടുങ്ങല്ലൂർ ഉൾപ്പെടെ കേരളത്തിലുണ്ട്. അവര് പള്ളികൾ സ്ഥാപിച്ചത് സമ്പൂർണമായ ഇബാദത്ത് അവർ ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയോ? അവരുടെ ആരാധനകൾ സമ്പൂർണമായിട്ടില്ല. മഖ്ദൂമി പണ്ഡിതന്മാരുടെ, കഴിഞ്ഞുപോയ ഉലമാക്കളുടെ, ഔലിയാക്കളുടെ, ആലിമീങ്ങളുടെ ഇസ്ലാമിക ഭരണത്തിലല്ലാത്തത് കൊണ്ട്
ഇവിടുത്തെ നാടുവാഴികൾ, ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ, സാമൂതിരി പോലെയുള്ളവരുടെ കീഴിൽ മാന്യമായി ജീവിച്ചു പോയ ഇവിടുത്തെ ഉലമാക്കൾ, സാദാത്തുക്കൾ ഇപ്പൊ നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലാ. ഇപ്പൊ നമ്മളൊന്നും ചെയ്യുന്ന ആരാധന പൂർണ്ണമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ഉണ്ടാക്കിയ ഈ ആയിരക്കണക്കിന് ഞങ്ങളുടെ മുൻഗാമികൾ ഉണ്ടാക്കിയ ഈ പള്ളി മഹല്ലുകളും ഈ സംവിധാനങ്ങളും ഒരിക്കലും മതരാഷ്ട്രവാദത്തിന് വേണ്ടിയല്ല. അപകടം പിടിച്ച മതരാഷ്ട്രവാദം ഹുക്കൂമത്തയിലായി ഇവർ കൈവിട്ടിട്ടില്ല. പത്രക്കാരന്റെ മുന്നിൽ അരമണിക്കൂർ ഇരുന്നു കൊണ്ട് മൗദൂദിയെ ഞങ്ങളിപ്പോ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല, മൗദൂദി ആശയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ നാളെ ഇവിടെ പ്രസംഗിക്കുകയാണെങ്കിൽ ഇതിന് മറുപടി പറയണം. എന്റെ കയ്യിലുള്ളത് ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം പുറത്തിറക്കിയ റുദാദ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ പുസ്തകമാണ്. ഈ പുസ്തകം മൗദൂദിയുടെ പുസ്തകമല്ല. ഇത് നിങ്ങൾ കേരള ഘടകം പുറത്തിറക്കിയ ജമാഅത്തെ ഇസ്ലാമി 41 രൂപം കൊണ്ട ജമാഅത്തെ ഇസ്ലാമിയുടെ വാർഷിക പ്രവർത്തന റിപ്പോർട്ടുകളുടെ സമാഹാരമാണ് റുദാദ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രി ആവുന്നതിനേക്കാൾ, പ്രസിഡന്റ് ആകുന്നതിനേക്കാൾ ഇസ്ലാമിക വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഒരു ചപ്രാസി എന്ന് പറഞ്ഞ ഒരു പിയൂൺ ആവലാണ് ഏറ്റവും നല്ലത്. പൊതു തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണം. ഇതിന്റെ 33-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണം. അതേപോലെ ഈ രാജ്യത്തിന്റെ അധികാരങ്ങൾ, ഏതധികാരമാണെങ്കിലും, അതാണല്ലോ പ്രധാനമന്ത്രി പ്രസിഡന്റ് ആവണ്ട, ഒരു പഞ്ചായത്ത് മെമ്പർ ആവലും, ഇതിനൊക്കെ എതിരെ, ജനാധിപത്യത്തിനെതിരെ, ഈ രാജ്യത്തിനെതിരെ നിങ്ങളുടെ പുസ്തകങ്ങൾ ഇപ്പോഴും ഇല്ലേ? നിങ്ങൾ മൗദൂദിയെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോഴും വിറ്റഴിച്ച് പണമുണ്ടാക്കുന്ന IPH ബുക്ക് സ്റ്റാളുകൾ വിതരണം ചെയ്യുന്ന നിങ്ങളുടെ മൗദൂദിയുടെ 100 കണക്കിന് പുസ്തകങ്ങൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അത് പിൻവലിച്ച് കണ്ടുകെട്ടി കത്തിച്ചു കളയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എന്നാ ഞങ്ങൾ അംഗീകരിക്കാം. ഒന്ന്. രണ്ടാമത്, നിങ്ങളുടെ ഭരണഘടന തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? മൂന്നാമത്, മൗദൂദിയെ ഞങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു, മൗദൂദിയൻ ആശയങ്ങളെ ഞങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു, മതരാഷ്ട്രവാദം ഞങ്ങൾക്കില്ല. നിങ്ങളുടെ ശൂറ കൂടിയിട്ട് ഒരു പ്രമേയം പാസാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരു സംഘടനയുടെ നിലപാടായി പറയാൻ കഴിയുക. ഇത് പറ്റിക്കലാണ്. സംസ്ഥാന അമീർ ഇരുന്നു കൊണ്ട് പത്രക്കാരുടെ മുന്നിൽ ഞെളിഞ്ഞിരുന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രം. ഈ തന്ത്രത്തിന്റെ കാരണം എന്താണെന്നറിയോ? മൗദൂദി ആവുക എന്ന് പറഞ്ഞ ഒരു മാനക്കേടാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരനാവുക എന്ന് പറഞ്ഞ ഒരു മാനക്കേടാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അനുഭാവിയാവുക എന്ന് പറഞ്ഞ നാണക്കേടാണ്. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളും പ്രതിപക്ഷത്തുള്ളവരും അവരൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിൽ ചർച്ച ചെയ്തു. ഒരാളൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ അനുഭാവിയാവുക എന്ന് പറഞ്ഞാൽ പോലും ഈ നാട്ടിൽ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ഇവിടുത്തെ പൊതുസമൂഹം വിലയിരുത്തിയ ഒരു സാഹചര്യമുണ്ട്. അത് ജമാഅത്തർക്കും അറിയാം. മൗദൂദി എന്ന് പറഞ്ഞ മോശാണ്, വഹാബികൾക്കറിയാം. അതുകൊണ്ടാണ് KNM-ന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞത്, നമ്മളെ കുറിച്ച് വഹാബികൾ എന്ന് സ്വയം പരിചയപ്പെടുത്തരുത്, നമ്മൾ വഹാബികളല്ല. അയാൾ വഹാബികളോട് പറയാണ്, അവര് ഒരു പള്ളി ഉദ്ഘാടനത്തിന് പ്രസംഗിക്കുമ്പോൾ പറയാം വഹാബികൾ എന്ന് നമ്മൾ പറയരുത് എന്ന് പറഞ്ഞ വഹാബികൾ എന്ന് പറയുന്നത്, സലഫികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ വഹാബികൾക്കും മാനക്കേടാണ്, നാണക്കേടാണ്. അവര് പറയുന്ന ഞങ്ങൾ സുന്നികളാണ്. പൊതുസമൂഹത്തിന്റെ മുന്നിൽ സുന്നികൾ എന്ന് പറയലാണ് ആണത്തം, സുന്നികൾ എന്ന് പറയലാണ് മാന്യത, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ് ഞങ്ങൾ എന്ന് പറയലാണ് അഭിമാനം എന്ന് ഇവിടുത്തെ വഹാബികളും മൗദൂദികളും മനസ്സിലാക്കി ഞങ്ങളെ മൗദൂദികൾ എന്ന് പറയണ്ട എന്ന് പറഞ്ഞ് കരയുകയാണ്, ഞങ്ങളെ വഹാബികൾ എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞ് തേങ്ങുകയാണ്, ഞങ്ങളെ സലഫികൾ എന്ന് പറയണ്ട എന്ന് പറഞ്ഞ് വിനയാന്യതരാവുകയാണ്. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ വഹാബിസവും സലഫിസവും, നിങ്ങളുടെ ഈ മൗദൂദിസവും ഇഖ്വാനിസവും, മൗദൂദിയുടെയും ഇബ്നു അബ്ദുൽ വഹാബിന്റെയും താത്വിക ആ തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ലോകത്തെ സകല തീവ്രവാദ സംഘടനകളും, അത് എവിടെയും അറബ് നാടുകളിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്ത്യയിലും ലോകത്തെവിടെയുമുള്ള സകല ഭീകര തീവ്രവാദ സംഘടനകളുടെ ഐഡിയോളജി ഒന്നുകിൽ വഹാബിസമാണ്, അല്ലെങ്കിൽ ഇഖ്വാനിസമാണ്, മൗദൂദിസമാണ്. സുന്നത്ത് ജമാഅത്തല്ല. ഔലിയാക്കളുടെയും സാദാത്തുക്കളുടെയും മഹാന്മാരുടെയും വഴി ഇവിടെ എല്ലാവരെയും ബഹുമാനിച്ച, എല്ലാ നാട്ടുകാരെയും സ്നേഹിച്ച, മതസൗഹാർദ്ദം നിലനിർത്തിയ,
ആരെയും അതിക്രമിക്കാത്ത മാന്യമായി പെരുമാറിയ പാരമ്പര്യമാണ്. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ നിരന്തരം പറയാറുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴി എന്നത് അത് ഔലിയാക്കളുടെ വഴിയാണ്. ഔലിയാക്കൾ നിലനിർത്തിയത് മൈത്രിയാണ്, മതസൗഹാർദ്ദമാണ്. ശബരിമല അയ്യപ്പന്റെയും വാവർ വലിയുള്ളാഹിയുടെയും ചരിത്രം ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ പറയാറുണ്ട്. മമ്പുറം തങ്ങളുടെയും അതേപോലെ കോന്ത് നായരുടെയും ചരിത്രം പറയാറുണ്ട്. വെളിയങ്കോട്ട ഉമർ ഖാദിയുടെ മതസൗഹാർദ്ദ ചരിത്രം പറയാറുണ്ട്. മാനവിക്രമൻ രാജാവിന്റെയും ടിപ്പു സുൽത്താന്റെയും കോഴിക്കോട്ടെ ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെയും മാനാഞ്ചിറയുടെ മതസൗഹാർദ്ദത്തിന്റെ ചരിത്രം പറയാറുണ്ട്. ഇവിടെ മതസൗഹാർദ്ദവും പാരമ്പര്യവും നിലനിർത്തിയത് സമസ്തയാണ്, സുന്നികളാണ്, ഔലിയാക്കളാണ്, തങ്ങന്മാരാണ്, മഹാന്മാരാണ്. അവരുടെ വഴി ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ട് ആ വഴി മാന്യതയുടെ വഴിയാണ്. അത് പൊതുസമൂഹത്തിന് അറിയാം. മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ തിരിച്ചറിയണം. നമ്മളൊക്കെ ഇന്ന് ഭയപ്പെടുന്ന യുക്തിവാദത്തെ, ലിബറലിസത്തെ. നമ്മുടെ മക്കൾ യുക്തിവാദത്തിലേക്ക് പോകുന്നു, മതം വിടുന്നു, മതത്തെ അവർ വലിച്ചെറിയുന്നു. എന്നിട്ട് അതിനും കാരണം ഏതെങ്കിലും ഒരു കോണിലേക്ക് മാത്രം കോളാമ്പി തിരിച്ചു വെച്ചുകൊണ്ട് ഇവർ മാത്രമാണ് അതിന് കാരണമെന്ന് പറയണ്ട. യഥാർത്ഥത്തിൽ മുസ്ലിം കുട്ടികൾക്കിടയിൽ, മുസ്ലിം സമുദായത്തിനിടയിൽ ആരാണ് ഇവർ റിക്രൂട്ട് ചെയ്യുന്നത്? നമുക്കറിയാം. മുസ്ലിം നാമധാരികളായ ചില ആളുകൾ, എസൻസിന്റെ ആളുകളുണ്ട്, എ ജബ്ബാർ ഉണ്ട്, ആരിഫ് ഹുസൈൻ ഉണ്ട്, ജാമിദ ടീച്ചർ ഉണ്ട്, നാസർ മാവൂരാനുണ്ട്, ലിയാഖത്ത് അലി ഉണ്ട്, അയ്യൂബ് മാഷ് ഉണ്ടായിരുന്നു. അയാൾ കലിമ ചൊല്ലി ദീനുൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. ഈ നവനാസ്തികർ, ഈ നവ യുക്തിവാദികൾ, ഇവരുടെ പണി എന്താണ്? ഖുർആനിനെ ആക്ഷേപിക്കുക, മുത്തുനബി ആക്ഷേപിക്കുക. അവരേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ റൂട്ടിലല്ല പ്രവർത്തിക്കുന്നത്, മനസ്സിലാക്കണം. അവര് സത്യത്തിൽ സംഘപരിവാറിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് മുസ്ലിം നാമധേയത്തിലുള്ള ഇത്തരത്തിലുള്ള യുക്തിവാദികൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അവര് പറഞ്ഞത് എന്താ? ഞങ്ങൾ യുക്തിവാദികളാവാൻ കാരണം, ജബ്ബാർ പറഞ്ഞു ഞങ്ങൾ യുക്തിവാദിയാവാൻ കാരണം, ജാമിദ ടീച്ചർ പറഞ്ഞു ഞങ്ങൾ പഠിച്ചത് വഹാബിസത്തിന്റെ ഐഡിയോളജിയാണ്, സലഫി വിഭാഗത്തിന്റെ അടിത്തറയാണ്. അവരാ ഖുർആൻ പഠിപ്പിച്ചത്, അവരാ ഹദീസ് പഠിപ്പിച്ചത്. അവർ പഠിപ്പിച്ച ഉസൂൽ അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ യുക്തിവാദികളായി. ജാമിദ ടീച്ചർ പറയുന്നുണ്ട്, ഞങ്ങൾ സുന്നി പണ്ഡിതന്മാരെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ യുക്തിവാദികളാകുമായിരുന്നില്ല. യുക്തിവാദത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് വഹാബികളാണ്, സലഫികളാണ്, മൗദൂദികളാണ്. കാരണം അവർ ഖുർആനിനെ പോലും തള്ളുന്നവരാ. കോഴിക്കോട്ട് വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് വഹാബികൾ പ്രസംഗിച്ചത് എന്താണ്? ഖുർആൻ പോലും അങ്ങനെ അപ്പടി വിശ്വസിക്കാൻ പാടില്ല. ഖുർആൻ പോലും അങ്ങനെ മുഴുവൻ വിശ്വസിക്കാൻ പാടില്ല. നമ്മളൊന്ന് യുക്തിപരമായി ചിന്തിക്കണം, ബുദ്ധിപരമായി ആലോചിക്കണം. ഖുർആനിനെ പോലും, ഖുർആനിന്റെ ഒരു ഹർഫിനെ നിഷേധിച്ചാൽ, ഒരു കലിമത്ത് നിഷേധിച്ചാൽ, ഖുർആന്റെ നസ്സിനെതിരായാൽ ഈമാൻ പോകാൻ കാരണമാകൂലേ കൂട്ടരെ? നിങ്ങൾ പറഞ്ഞത് ഖുർആൻ പോലും അപ്പടി വിശ്വസിക്കാൻ പാടില്ല. 3000-ലധികം വരുന്ന സ്വഹീഹായ ഹദീസുകൾ മർക്കസുദ്ദഅവയുടെ ആളുകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് വിസ്ഡം ഗ്രൂപ്പിന്റെ ആളുകളാണ്, ഹദീസ് നിഷേധികളാണ്. പരസ്പരം ഹദീസ് നിഷേധിച്ചും ഖുർആൻ നിഷേധിച്ചും നിങ്ങൾ കാഫിറായിട്ടുണ്ട് എന്ന് മർക്കസുദ്ദഅവക്കാരോട്, കേന്നമുകാരോട് വിസ്ഡംകാരെ നിങ്ങൾ ജിന്നിന്റെ പിറകെ കൂടിയത് കൊണ്ട് നിങ്ങൾ മുശ്രിക്കായിട്ടുണ്ട് എന്ന് അവരിങ്ങോട്ട് പരസ്പരം ശിർക്കും കുഫറും ആരോപിച്ച് അവർ മുന്നോട്ട് പോകുമ്പോ അതിനിടയിൽ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം മതത്തിനകത്ത യുക്തിവാദമാണ്. ഗൗരവത്തോടെയാണ് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ടത്. മതത്തിനകത്തുള്ള യുക്തിവാദികളാണ് ബിദ്അത്തുകാര്. അവരാണ് മതത്തിന് പുറത്തേക്കുള്ള യുക്തിവാദത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നത് എന്ന് അവരാ പറഞ്ഞത്, ഞങ്ങളല്ല. ഇത് എ ജബ്ബാറും ജാമിദ ടീച്ചറും പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? അതുകൊണ്ട് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്, ബിദ്അത്തിലേക്ക് പോയാൽ യുക്തിവാദത്തിലേക്ക് പോകും, ബിദ്അത്തിലേക്ക് പോയാൽ തീവ്രവാദത്തിലേക്ക് പോകും, ബിദ്അത്തിലേക്ക് പോയാൽ ഭീകരവാദത്തിലേക്ക് പോകും. ബിദ്അത്ത് നാടിനാപത്താണ്. സുന്നികൾക്ക് മാത്രമല്ല, സമസ്തക്കാർക്ക് മാത്രമല്ല വിഷയം. പൊതുസമൂഹം മനസ്സിലാക്കണം, ഈ നാട്ടിൽ ബിദ്അത്ത് വലിയ അപകടമാണ്. അവരാണ് ഈ കുതന്ത്രങ്ങൾ മുഴുവൻ ആവിഷ്കരിച്ചത്. അവരോട് ആരു ചേർന്ന് ആര് സഞ്ചരിച്ചാലും, അവരോടൊപ്പം ആര് കടന്നുറങ്ങാൻ പോയാലും, അവരുടെ സെമിനാറുകൾക്ക് പോയാലും, അവരുടെ സമ്മേളനങ്ങൾക്ക് പോയാലും, അത് തലേക്കെട്ടുണ്ട്, ജുബ്ബയുണ്ട്, ഞാൻ സുന്നിയാണ് എന്ന് നാവിട്ടടിച്ചതുകൊണ്ട് കാര്യമില്ല.
ബിദ്അത്തുകാരനെ, ഈ വഹാബിസത്തെ, ഈ ജമാഅത്തെ ഇസ്ലാമിയെ അവരുടെ കൂടെ നിൽക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവരുടെ തോളിൽ കൈയിടാനും, എന്നിട്ട് ഇവിടെ പൊതുസമൂഹത്തിനൊരു തേനും പാലും കൊടുക്കല. പൊതുവെ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുമല്ലോ. അവർ മനസ്സിലാക്കുക എന്ത്? നമ്മൾ ഈ പുതിയ കാലത്ത്, നേരത്തെ യൂനുസ് ഫൈദ് പറഞ്ഞതുപോലെ ഫാഷിസം തലക്ക് മീത വട്ടമിട്ട് പറക്കുന്ന കാലത്ത് നമ്മളിങ്ങനെ വഹാബിസത്തിനെതിരെ പറയാം, നമ്മളിങ്ങനെ മൗദൂസിനെതിരെ പറയാം. അതൊക്കെ മോശമല്ലേ? അതൊക്കെ സുന്നി മുജാഹിദ് അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണ്ടേ? മധുരമുള്ള വർത്താനാണ്, കേൾക്കാൻ ചന്തള്ളതാണ്, എല്ലാവരും ആഗ്രഹിക്കുന്നതാ. പക്ഷെ ഒരു കാര്യം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമുക്കെന്താ ഇത്ര വലിയ വേദന? നിങ്ങൾ ഇന്ന് ജമാഅത്തായി നിസ്കരിച്ച ആളുകളല്ലേ? നിങ്ങൾ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഇമാമ ദുആ ചെയ്തില്ലേ? നിങ്ങൾ ആമീൻ പറഞ്ഞില്ലേ? ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളൊക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണെങ്കിലും സുബഹി നിസ്കരിച്ചവരല്ലേ? അതിൽ മഹാഭൂരിപക്ഷം ആളുകളും ഖുനൂത്ത് ഓതിയവരല്ലേ? സുബഹിക്ക് ഖുനൂത്ത് ഓതുന്നത്, നിസ്കാരശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മയാണ് എന്ന്, പലിശയേക്കാൾ കള്ളുകുടിയേക്കാൾ വലിയ തെറ്റാണ് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നതും ഖുനൂത്ത് ഓതുന്നതും, സുബൈക്ക് ഖുനൂത്ത് ഓതുന്നു എന്ന് പറഞ്ഞത് മുജാഹിദ് വാലുശ്ശേരിയാ. നമ്മൾ പ്രതികരിക്കൂലേ? ഖുത്ബിയത്ത് ഓതുന്ന മുസ്ലിയാമാര് അവര് പൂജാരിമാരാണ്. 10, 12, 15 കൊല്ലം ദർസുകളിലൊക്കെ ഓതി പഠിച്ച് കോളേജിൽ നിന്ന് ബിരുദം നേടി മുത്തഖീങ്ങളായി ജീവിക്കുന്ന ഖതീബുമാര്, ഇമാമിയങ്ങള്, ഖാദിമാർ, അവരെ കുറിച്ച് പറയാ ഖുത്ബിയത്ത് ഓതുന്നവര് പൂജാരിമാരാ. ചുഴലി മൗലവിയുടെ വകവെടി. ഖുത്ബിയത്ത് നടത്തുന്ന പള്ളികൾ അമ്പലങ്ങളാ. ഖുത്ബിയത്തും ഹദ്ദാദും മജ്ലിസുന്നൂറും മൗലിദും ആണ്ടുമൊക്കെ നടന്ന് ശിർക്കാണ്, ബിദ്അത്താണ്. ഞങ്ങളുടെ നേതാക്കളെ കുറിച്ച് പാണക്കാട്ട് സാദാത്തുക്കൾ ഖുത്ബിയത്തിൽ പങ്കെടുക്കാറുണ്ട്. പാണക്കാട്ട് പള്ളിയിലും ഖുത്ബിയത്ത് നടക്കാറുണ്ട്. ഞങ്ങളുടെ പള്ളികളിലൊക്കെ ഹദ്ദാദ് ചൊല്ലാറുണ്ട്. ഞങ്ങളുടെ പള്ളികളിൽ നടക്കുന്നത് ഈ ഖുനൂത്താണ്, കൂട്ടപ്രാർത്ഥനയാണ്. മുജാഹിദ് ബാലുശ്ശേരിയോട് വ്യഭിചാരമാണ് ഈ സുബൈക്ക് നടക്കുന്നത്, അതിനേക്കാൾ വലുതാണെന്ന് പറഞ്ഞാൽ കള്ളുകുടിയാണ്. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയേക്കാൾ അപകടമെന്ന് പറഞ്ഞാൽ മക്കാ മുശ്രിക്കുകളേക്കാൾ കടുത്ത മുശ്രിക്കുകളാണ് സമസ്തക്കാര്, ആലിമീങ്ങൾ, ഖതീബുമാര്, ഖാദിമാരെന്ന് പറഞ്ഞാൽ ഇത് സുന്നികൾക്ക് സഹിക്കുവോ? പ്രതികരിക്കൂലേ? പ്രതികരിക്കണ്ടേ? ഇവിടെ ഏക സിവിൽ കോഡാണ്, പൗരത്വ ബില്ലാണ്, ഇവിടെ വെല്ലുവിളികളാണ്. മിണ്ടാതിരിക്കണോ? ഞങ്ങൾ മിണ്ടാതിരിക്കാനല്ല സമസ്ത ഉണ്ടാക്കിയത്. സമസ്ത ഉണ്ടാക്കിയത് പറയാൻ വേണ്ടി മാത്രമാണ്. 1925-26 കാലത്ത്, ആ കാലഘട്ടത്തിലെ വഹാബി പുരോഹിതന്മാർ ഈ അനൈക്യമുണ്ടാക്കാൻ, നമ്മുടെ മഹല്ലുകളെ രണ്ടാക്കാൻ, അതേപോലെ ഈ അപകടങ്ങൾ വിളിച്ചു പറയാൻ വന്നപ്പോ അതിനെ പ്രതിരോധിക്കാൻ മാത്രമാണ് സമസ്ത ഉണ്ടാക്കിയത്. അതിൽ നിന്ന് പിന്മാറിയാൽ, ബിദ്അത്തിനെതിരെയുള്ള ആദർശ സമ്മേളനങ്ങളിൽ നിന്ന് സമസ്ത പിന്മാറിയാൽ പിന്നെ സമസ്ത ഇല്ല. അത് ചെയ്യാത്ത ആളുകൾ സമസ്തക്കാരല്ല. സമസ്ത ഇവിടെ നിലനിൽക്കണം. അപ്പൊ ഇത് വേണ്ട എന്ന് പറയാ. അബ്ദുൽ ഹക്കീം ഫൈദി ആദർശേരിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും പറയുന്നത് നിരന്തരം പറയാ, പൊതുസമൂഹത്തെ സുഖിപ്പിക്കുക. നമ്മൾ എന്തിനാ ഈ അനൈക്യം? മുജാഹിദും ജമാഅത്തും തർക്കം. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഹക്കീം മുസ്ലിയാർ നിരന്തരം ഓതുന്ന ഒരായത്താ. ഈ ആയത്ത് ഹക്കീം മൗലവി നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കാത്തത് കൊണ്ടല്ല എന്നറിയാം, നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾ മറച്ചു വെക്കുക. ഈ ആയത്തിറങ്ങിയത് മുഅ്മിനീങ്ങളുടെ കാര്യത്തിലല്ലല്ലോ. മുഅ്മിനീങ്ങൾ പല കക്ഷികളായി, മുസ്ലിങ്ങൾ പല ഗ്രൂപ്പുകളായി. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഓരോരുത്തരെ അവരുടെ ന്യായം പറഞ്ഞ് അവര് സന്തോഷിക്കട്ടെ, അവര് സ്വർഗത്തിലേക്ക് പോകട്ടെ എന്ന് ഇയാൾ പറയാറുള്ളത്. മുജാഹിദിന് പറയുന്ന ന്യായം പറഞ്ഞ് തെളിവ് പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാ, ജമാഅത്തിന് തെളിവ് പറഞ്ഞ് ന്യായം പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാ, തബ്ലീഗുകാർക്ക് അങ്ങനെ പോകാ. എന്തിനാ ഈ തർക്കം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഈ ആയത്ത് മുസ്ലിം ഉമ്മത്തിൽ ഇറങ്ങിയ ആയത്തല്ല. ഈ ആയത്ത് കുഫാറിലും മുശ്രിക്കീങ്ങളിലും യഹൂദ നസാറാക്കളുടെ വിഷയത്തിലും മുശ്രിക്കീങ്ങളുടെ വിഷയത്തിലും ഇറങ്ങിയ ആയത്താണ്. നിങ്ങൾ മുസ്ലിം ഐക്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യല. ഇത് കേട്ടാ പൊതുസമൂഹം കയ്യടിക്കും. അവർക്ക് വലിയ ഇഷ്ടമാണ്. കാരണം നല്ലൊരാള്, ഒരുപാട് സംഘടനകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുമ്പോൾ മുജാഹിദ് വേദി കെട്ടുന്നത് എന്തിനാ? അവര് തമ്മിലടിക്കാൻ. ജമാഅത്തെ ഇസ്ലാമി വേദി കെട്ടുന്നത് എന്തിനാ? രാഷ്ട്രീയം പറയാൻ. സുന്നികൾ വേദി കെട്ടുന്നതിന് ആദർശം പറയാൻ. ഇപ്പൊ യഥാർത്ഥ ഐക്യം പറയാൻ ഒരേ ഒരാൾ. ഇത് പൊതുസമൂഹം കയ്യടിക്കും. ഈ കയ്യടി നേടല ലക്ഷ്യം. ഇതിനിടയിൽ നിങ്ങൾ ഒളിച്ചു കടത്തുന്നത്,
നിങ്ങൾ വഹാബികളെ താരാട്ട് പാടുകയാണ്, നിങ്ങൾ മൗദൂദികളെ താലോലിക്കുകയാണ്, നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് സുന്നി നേതാക്കൾ, സമസ്തയുടെ ഉലമാക്കൾ നേരത്തെ തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിഞ്ഞത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിനെതിരെ, സമസ്തയുടെ നിലപാടുകൾക്കെതിരെ നിങ്ങൾ പ്രസംഗിച്ചു, നിങ്ങൾ എഴുതി, നിങ്ങൾ ഇടപെട്ടു. അതിന്റെ ഒരുപാട് തെളിവുകൾ സമസ്ത പഠിച്ചു കണ്ടെത്തി. നിങ്ങളെ പുറത്താക്കാൻ അതാ കാരണം. കൃത്യമായ കാര്യങ്ങൾ ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. നിരവധി സമ്മേളനങ്ങളിൽ അത് സയ്യിദുൽ ഉലമയും ശൈഖുന MT ഉസ്താദും അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബും അതേപോലെ അമീദ് ഫൈദിയും ഞങ്ങളൊക്കെ പല വേദികളിലും മുമ്പ് പലവട്ടം അത് വിശദീകരിച്ചതാണ്. ആദർശ വ്യതിയാനം അല്ലെങ്കിൽ സുന്നി ആദർശത്തിനെതിരെ അദ്ദേഹം പ്രസംഗിച്ചതും എഴുതിയതും അതിന് അരുചേർന്ന് നിൽക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ അനുയായികളും നമുക്കറിയാം. ഇന്നൊരു മുജാഹിദ് മൗലവിയുടെ ഒരു പ്രഭാഷണം ഉണ്ട്, നമ്മുടെയൊക്കെ ഫോണിലുണ്ട്. അയാൾ പറയുന്നത് എന്താ? അയാളോട് ഒരുപാട് വാഫികളും മറ്റും സംസാരിച്ചു അത്രേ. എന്താ സംസാരിച്ചത്? കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് പറ്റിയ ഏറ്റവും വലിയ അപകടം അറബി ഖുത്ബയാണ്. പള്ളികൾ നടക്കുന്ന അറബി ഖുത്ബ. ഒരു നാട്ടിലെ മുസ്ലിങ്ങളെ മുഴുവൻ പള്ളിക്ക് കിട്ടിയിട്ട് മലയാളത്തിൽ ഖുത്ബ നടത്താത്തത് കൊണ്ട് അവരൊക്കെ പഴച്ചുപോയി. കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് തകർന്നു പോയത് ഈ നബാത്തിയ ഖുത്ബയാണ്, അറബി ഖുത്ബയാണ് എന്ന് കുറെ വാഫികൾ പറഞ്ഞു. പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പറഞ്ഞത് മുജാഹിദ് മൗലവിയ. തെളിവ് ഞങ്ങളുടെ പക്ഷത്തിലുണ്ട്. അയാൾ ദുആ ചെയ്യുന്നുണ്ട്, അക്കീം ഫൈസിക്കും ആ കുട്ടികൾക്കൊക്കെ ദീർഘായുസ് കൊടുക്കണേ എന്ന്. മുജാഹിദ് ബാലുശ്ശേരി പിന്നെ നാക്ക് പൊട്ടി ചങ്ക് പൊട്ടി ദുആ ചെയ്യുന്നുണ്ട്, അക്കീം ഫൈസിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. കാരണം അക്കീം ഫൈസി പാളക്കിതാബുകൾ വലിച്ചെറിഞ്ഞ ആളാണ് എന്ന ഇയാൾ പറയുന്നത്. അക്കീം ഫൈസി വാറോലകൾ വലിച്ചറിഞ്ഞ് ഖുർആനും സുന്നത്തും മാത്രം മുറുകെ പിടിക്കണമെന്ന് പറയുന്നയാളാ. നമ്മുടെ ആശയമുള്ള ആളാണെന്ന് പറയുന്നത് ആരാ? മുജാഹിദ് ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള മുജാഹിദ് മൗലവിമാര്. ഒരു കാര്യം ഉറപ്പല്ലേ, ഇവരുടെ പ്രവർത്തനങ്ങൾ, ഈ വാഫികളുടെയും അക്കീം മൗലിയാരുടെയും പ്രവർത്തനങ്ങൾ ഇവർക്ക് വളം വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അവരാ പറയുന്നത്, ഞങ്ങളല്ല. ഈ അപകടമാണ് നമ്മുടെ നേതാക്കൾ തിരിച്ചറിഞ്ഞത്. അപ്പൊ സ്വാഭാവികമായി ചില നടപടികൾ ഉണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ ഓരോ സ്ഥാപനങ്ങൾക്കും, യൂണിവേഴ്സിറ്റികൾക്കും, ജാമ്യ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അതുവരെ പാലിക്കാൻ തയ്യാറായിട്ടില്ല. 20-ലധികം നിർദ്ദേശങ്ങൾ. സിലബസ് എങ്ങനെയായിരിക്കണം, പാഠപുസ്തകങ്ങൾ എങ്ങനെയായിരിക്കണം, ലൈബ്രറിയിൽ ഏതൊക്കെ പുസ്തകങ്ങൾ വേണം, ഏത് പാടില്ല, അതിന്റെ ചിട്ടവട്ടകൾ എങ്ങനെയാണ്, സമസ്തയോടുള്ള ബന്ധം ഓരോ സ്ഥാപനത്തിനും എങ്ങനെയായിരിക്കണം, 20-ലധികം നിബന്ധനകൾ കൊടുത്തപ്പോ അത് ഏറ്റെടുക്കാൻ ഇവരുടെ സ്ഥാപനങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാതെ ഇവർ പിന്മാറി. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. 2022 ജനുവരിയിൽ, 2022 ഒന്നാം മാസം ജനുവരിയിൽ ഇവർ സെനറ്റ് കൂടി, CIC-ക്കാരെ സെനറ്റ് കൂടിയിട്ട് ഭരണഘടന ഭേദഗതി ചെയ്തു. ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് എന്താ പറഞ്ഞത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ സമസ്തയുടെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും അനുസരിച്ച് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തലാണ് CIC-യുടെ ലക്ഷ്യമെന്ന് 2004 സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 2004 മുതൽ 2022 വരെ 18 കൊല്ലം നീണ്ട ഭരണഘടനയിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ലക്ഷ്യം വെട്ടി. രണ്ടാമതൊരു വെട്ടിത്തിരുത്തൽ ഉണ്ടാക്കിയത് എന്താ? സമസ്തയുടെ പ്രസിഡന്റ് CIC-യുടെ ഉപദേശക സമിതി അംഗമാണ്, അത് ഒഴിവാക്കി. മറ്റൊന്ന് സമസ്തക്ക് പറ്റാത്തത് ചെയ്തത് എന്താണ്? CIC-യുടെ സെനറ്റിലും സിൻഡിക്കേറ്റിലും സ്ത്രീകളെ, വഫിയകളെ, അധ്യാപിക പ്രതിനിധികളെയും വിദ്യാർത്ഥിനി പ്രതിനിധികളെയും 4 ആളെ ഉൾപ്പെടുത്തണമെന്ന് കൂട്ടിച്ചേർത്തു. സമസ്തക്ക് പറ്റാത്ത രൂപത്തിലുള്ള ഭരണഘടന വരുത്തി സമസ്തക്ക് റൈറ്റില്ല എന്ന് അയാൾ പത്രക്കാരുടെ മുന്നിൽ കൃത്യമായി പ്രഖ്യാപിച്ചു. സമസ്തയെ ഒഴിവാക്കിയത്, ഭരണഘടന വെട്ടിയിട്ട് സമസ്തയെ ഒഴിവാക്കിയത് ആദ്യം അവരാ. സമസ്ത അങ്ങോട്ട് ഒഴിവാക്കിയതല്ല. നിഷ്കളങ്കരെ, നിങ്ങൾ മനസ്സിലാക്കണം, സമസ്തയെ CIC-ക്കാരാണ് ആദ്യം ഒഴിവാക്കിയത്. പിന്നെ 2023 ഏപ്രിൽ 1-ാം തീയതി, എത്ര മാസമായി? 1 കൊല്ലവും 4 മാസവും, 1 കൊല്ലവും 3 മാസവും കഴിഞ്ഞിട്ട് 4-ാം മാസത്തിന്റെ തുടക്കത്തിൽ ഏപ്രിൽ 1-ാം തീയതി സമസ്ത മുശാവറ യോഗം ചേർന്നിട്ടാണ് CIC-യുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നത്. അതിനിടയിൽ ഈ 1 കൊല്ലവും
3 മാസവും എന്ന് പറയുമ്പോൾ 15 മാസത്തിനിടയിൽ നിരന്തരമായ ചർച്ചകളും മധ്യസ്ഥ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. അവർ വഴങ്ങാൻ തയ്യാറാവാതെ ഇതൊന്നും അംഗീകരിക്കാതെ ധിക്കാരത്തോടെ മുന്നോട്ട് പോയപ്പോ സമസ്ത ആ ബന്ധം വിച്ഛേദിച്ചു എന്ന് പ്രഖ്യാപിച്ചു. 2023 ഏപ്രിൽ 1-ാം തീയതി അന്ന് മുതൽ സമസ്ത ബന്ധം വിച്ഛേദിച്ചു. ഇന്ന് ചില ആളുകൾ പറയാ സമസ്ത ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. ഇന്ന് ചില ആളുകൾ പറയാ അക്കീം ഫൈസി പറയുന്നുണ്ട് ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് എന്ന്. വേറെ ചില ആളുകൾ ആദർശ സമ്മേളനങ്ങൾക്കെതിരെ എന്ന പേരിൽ, മറുപടി എന്ന പേരിൽ ചില ഗ്രാമങ്ങളിലൊക്കെ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പറയാ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെന്തേ ബന്ധല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ബന്ധല്ല എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? സമസ്ത പറയാണ് KSRTCയുമായി സമസ്തക്ക് ബന്ധല്ല എന്ന് സമസ്ത പറഞ്ഞാൽ, നമ്മൾ കിഴിശ്ശേരി അങ്ങാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് KSRTC വന്ന സമസ്ത ബന്ധല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, കയറാൻ പാടില്ല, അങ്ങനെയാണോ? ഇത് എന്തൊരു ഉദാഹരണ! എന്താ സമസ്തയുടെ പണി? KSRTC ആയിട്ട് ബന്ധല്ല, ഇന്ത്യൻ റെയിൽവേയുമായിട്ട് ബന്ധല്ല, നമ്മുടെ എയർ ഇന്ത്യയുമായിട്ട് ബന്ധല്ല, ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധല്ല, ഇവിടുത്തെ മറ്റ് ഭരണ സംവിധാനങ്ങളുമായി, നമ്മുടെ നിത്യോപയോഗ സംവിധാനങ്ങൾ ബന്ധല്ല എന്ന് പറയല സമസ്തയുടെ പണി. സമസ്ത ഒരു വിഭാഗവുമായി, ഒരു സംവിധാനവുമായി ബന്ധമില്ല എന്ന് പറഞ്ഞാൽ, സമസ്ത അകറ്റി നിർത്തിയാൽ, സമസ്ത അരുത് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. അത് പറഞ്ഞ ആളുകളൊക്കെ ഉപ്പുവെച്ച കലം പോലെ ആയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് അള്ളാന്റെ ഔലിയാക്കൾ പറഞ്ഞതാ. നിങ്ങൾ കാത്തിരുന്നോളൂ. ഈ ധിക്കാരത്തോടെ, ഈ വാശിയോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ പലതും കഴിഞ്ഞു പോയിട്ടുണ്ട്. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ പലരും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ആലുവ തരീക്കത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്ര ദയനീയമാണ് അവസ്ഥ! ആലുവ തരീക്കത്തിനെതിരെ തീരുമാനം എടുക്കുമ്പോൾ പലരും പറഞ്ഞു, പടച്ചോനെ ആകെ പ്രശ്നമാണല്ലോ, നമ്മുടെ ഒരുപാട് ഉസ്താദുമാർ അതിലുണ്ട്, തങ്ങന്മാരുണ്ട്, സമസ്ത ആകെ 2ആയി പിളരും, അതുകൊണ്ട് പ്രഖ്യാപനം വരരുത് എന്നൊക്കെ പലരും ഉസ്താദുമാരെ ഉപദേശിക്കാൻ വന്നു. ചില ആളുകൾ പറഞ്ഞു, പഴയ കാലത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അംഗീകരിച്ചതാണ് ആലുവ തരീക്കത്തിനെ. തങ്ങൾ അംഗീകരിച്ചതല്ല. തങ്ങള് അവരുടെ പള്ളി വളാഞ്ചേരിയിലെ അവരുടെ പള്ളിയിൽ തങ്ങൾ ചില പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ട്. അന്ന് സമസ്ത എതിര് പ്രഖ്യാപിച്ചിരുന്നില്ല. സമസ്ത എതിര് പ്രഖ്യാപിക്കാതിരുന്നത് കൊണ്ട് അന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ പരിപാടിക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തങ്ങൾ അവസാനം വരെ അംഗീകരിച്ചു എന്നല്ല. സമസ്ത പ്രഖ്യാപിച്ചപ്പോ പാണക്കാട്ട് തങ്ങന്മാർ അതിൽ നിന്ന് പിന്മാറി, നമ്മുടെ ഉലമാക്കളൊക്കെ പിന്മാറി. ഇപ്പൊ അവരുടെ അവസ്ഥ എന്താ? ഇപ്പൊ അവർ തമ്മിൽ 2 ഗ്രൂപ്പാ. ആലുവ തരീക്കത്ത് തമ്മിൽ തല്ല് എന്ന് പറഞ്ഞാൽ എന്താരോണം? ഒരു വിഭാഗത്തിനെതിരെ കുഫ്രിയത്ത് ആരോപണ, ഇങ്ങോട്ടും കുഫ്രിയത്ത് ആരോപണ. ഒരു വിഭാഗത്തിന്റെ ഷെയ്ഖ് അയാളുടെ മകനെ കുറിച്ച് പറയുന്നത് നായിബ് കുത്തുബുസ്സമാൻ, മരിച്ചുപോയ യൂസുഫ് സുൽത്താൻ കുത്തുബുസ്സമാൻ. അവരുടെ കൂട്ടത്തിൽ ഇപ്പൊ ഇങ്ങനെ എന്തുപോലെ പറ്റുപേൻ പോലെ ചോര കുടിക്കാൻ വേണ്ടി അവിടെ ഒട്ടി നിൽക്കുന്ന ചില മുസ്ലിയാക്കന്മാര് അവര് പറയാ, പടച്ചോനെ അത്ഭുതപ്പെട്ടു പോവുക. എന്താ പറയാ? കുത്തുബുസ്സമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മരിച്ചുപോയ കുത്തുബുസ്സമാന്റെ പേര് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന നിസാമുദ്ദീൻ, ഇയാളുടെ മകൻ ആലിമല്ല. ഇയാൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു ഐസ്ക്രീം കമ്പനിയൊക്കെ നടത്തി ആലുവയിലും എറണാകുളത്തും ഒരു കച്ചവടക്കാരൻ പാൻറ്റും കുപ്പായൊക്കെ താടിയൊക്കെ പഠിച്ച് ഒരു സാധാരണ ചെറുപ്പക്കാരൻ. ഇപ്പൊ ഓനാണ് വലിയ ഷെയ്ഖ് നായിബ് കുത്തുബുസ്സമാൻ. നായിബ് കുത്തുബാന്റെ പേര് തന്നെ ഈ മൗലവിമാര് പറയാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി, നഊദു ബില്ലാഹ്. പിന്നെ പറയാ വളാഞ്ചേരിയിൽ ഒന്ന് പ്രസംഗിക്കാണ്, ജാതി മത ഭേദമന്യേ. നായിബ് കുത്തുബുസ്സമാൻ ഇവരുടെ പേരൊന്നും പറയില്ല. അവര് കൈ പിടിച്ചാൽ പുഞ്ചിരിച്ചു മരിക്കാം. അവരാകെ ഒരു വാഗ്ദാനമുള്ളൂ. ആലുവ തരീക്കത്തിന് ആകെ ഹോൾസെയിലായും പിന്നെ റീറ്റെയിലായും കൊടുക്കാൻ ഒറ്റ സാധനമുള്ളൂ, പുഞ്ചിരി മരണം. ഇതിലാണ് ഇവരെ ഈ പുഞ്ചിരി മരിക്കാൻ ആർക്ക്? ജാതി മതം ആരോ ആയിക്കോട്ടെ, ഇയാളൊന്ന് കൈ പിടിച്ചാൽ മതി. നഊദു ബില്ലാ. ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന തരംതാണ അവസ്ഥയിലേക്ക് വളർച്ച മുരടിച്ച് ഇപ്പൊ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക. ഈ അവസ്ഥ വരും. സമസ്ത അരുതെന്ന് പറഞ്ഞ, പക്ഷെ ഇപ്പോഴും ഒരു കാര്യമുണ്ട്. CIC-കാരോട് പറയട്ടെ, സമസ്ത ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഒരു കിളിവാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും അവസാനം സമസ്ത അത് പ്രഖ്യാപിച്ചു, ബന്ധമില്ല എന്ന് പറഞ്ഞു. ഞാനതൊന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. ഇത് ഈ കഴിഞ്ഞ 11-ാം തീയതി മുഷാവറ കഴിഞ്ഞ് പുറത്തിറങ്ങിയ റിപ്പോർട്ടാണ്. പത്രക്കാർക്ക് കൊടുത്തത്, നമ്മുടെ കൈകളിലൊക്കെ ഉണ്ടത്. അതിൽ പറയുന്നത് എന്താ? അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി നേതൃത്വം നൽകുന്നതോ
അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ബന്ധമില്ലെന്ന് സമസ്ത മുശാവറ നേരത്തെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചതാണ്. അത് ഞാൻ പറഞ്ഞില്ല, 2023 ഏപ്രിൽ 1 നേരത്തെ പ്രഖ്യാപിച്ചതാണ് ആ കാര്യം. ഇവിടെ ഇവർ പറയാൻ എന്താണെന്നല്ലോ, CIC-ക്കെതിരെ സമസ്ത തീരുമാനിച്ചിട്ടില്ല, വഫിയക്കെതിരെ തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇത് CIC മാത്രമല്ല, ഇത് സമസ്തയുടെ ദീർഘവീക്ഷണമാണ്, സമസ്തയുടെ ഉലമാക്കളുടെ ദീർഘവീക്ഷണമാണ്. ഇനി CIC ഒഴിവാക്കിയിട്ട് അബ്ദുൽ ഹക്കീം ഫൈലി വേറെ ഒരു വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടാക്കിയാലും അതുമായിട്ടും സമസ്തക്ക് ബന്ധമുണ്ടാവൂല. ഈ അബ്ദുൽ ഹക്കീം ഫൈലി സമസ്ത പുറത്താക്കിയ ആളാണ്. അയാള് തൗബ ചെയ്ത് അയാള് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സമസ്തയിലേക്ക് തിരിച്ചു വന്നാൽ അല്ലാതെ അയാളുടെ ഏത് വിദ്യാഭ്യാസ സംവിധാനവും അംഗീകരിക്കൂല. സമസ്ത കുറച്ചധികം ദീർഘവീക്ഷണത്തോടെ പറഞ്ഞു. എന്നിട്ട് പറയാം CIC-ക്കെതിരെ തീരുമാനം പറഞ്ഞിട്ടില്ല, വഫിയ സ്ഥാപനങ്ങൾ നടത്തണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇനി എന്താ പറയേണ്ടത്? പിന്നെ ഇങ്ങനെ കൃത്യമായി ഈ യോഗത്തിൽ പറഞ്ഞു, CIC-യുടെ ജനറൽ സെക്രട്ടറിയായി അബ്ദുൽ ഹക്കീം ഫൈലിയെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിനാലും, കാരണം മധ്യസ്ഥ ചർച്ചകളൊക്കെ കാറ്റിൽ പറത്തി, അന്ന് പോലും ഇത് പ്രഖ്യാപിച്ച ദിവസം CIC-യുടെ സെക്രട്ടറിയായി ഇവർ പിന്നെയും പ്രഖ്യാപിച്ചല്ലോ, പത്രങ്ങളിലൊക്കെ വന്നല്ലോ, ചാനൽ വന്നല്ലോ, ഒരു 3 മണിക്കാണത്. അന്ന് 4 മണിക്ക് കോഴിക്കോട് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, ജിഫ്രി സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ, ബഹുമാനപ്പെട്ട MT ഉസ്താദ്, കൊയ്യോട് ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ചയ്ക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഈ പ്രഖ്യാപനം വരുന്നത്, ഈ പ്രസ് റിലീസ് വരുന്നത്. അവര് ഇത് കാണിച്ചു കൊടുത്ത മധ്യസ്ഥന്മാരുടെ മുന്നിൽ. ഇനി എന്തിനാ നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചത്. അന്നത്തെ ചർച്ച പോലും നടന്നില്ല. ഇത് എന്തിനാണ് ഈ ചതി? 1 മണിക്കൂർ നിങ്ങൾക്ക് കാത്തിരിക്കാമായിരുന്നില്ലേ? ഞങ്ങളല്ല, സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും ഉന്നത നേതാക്കൾ കോഴിക്കോട്ടെ ഹോട്ടലിൽ അവർ ഇരിക്കാൻ പോകുമ്പോ ഈ ചതി നടത്തിയത് ആരാണ്? ഈ CIC-ക്കാർക്ക് ഈ കുതന്ത്രം പറഞ്ഞു കൊടുക്കുന്നത്? 9 നിബന്ധനകൾ പറഞ്ഞപ്പോ ഒറ്റൊന്നും അംഗീകരിച്ചിട്ടില്ല, കളവ് പറയാണ്. ഫേസ്ബുക്കിൽ അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരി ഇട്ടിട്ടുണ്ട്. അവര് പലയിടത്തും പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ അംഗീകരിച്ചു എന്ന്. 9 നിബന്ധന സമസ്ത ഉണ്ടാക്കിയതല്ല. 2 സിറ്റിംഗ് നടത്തി ഈ പറഞ്ഞ 5 നേതാക്കൾ ഈ സിറ്റിംഗ് നടത്തി തയ്യാറാക്കിയതാണ് 9 നിബന്ധന. അത് വേറെ ആരും പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തിയ ആളുകൾ എഴുതി കൊടുത്തതല്ല. അതൊക്കെ കളവ് പ്രചരിപ്പിക്കാണ്. ഈ മുതിർന്ന ഉന്നത നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ നിബന്ധനകൾ ഉണ്ടാക്കുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ആബിദ് ഹുസൈൻ MLA അവരുണ്ട്. അവര് തയ്യാറാക്കിയ 9 നിബന്ധന ഒറ്റയൊന്നും ഇന്നേ വരെ അംഗീകരിക്കാൻ അവര് തയ്യാറായിട്ടില്ല. നിങ്ങൾ ഫേസ്ബുക്കിലിട്ടത് കളവാണ്, നിങ്ങൾ പത്രക്കാരോട് പറഞ്ഞത് കളവാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ പറഞ്ഞ ഈ കളവ് സത്യമാണെന്ന് തെളിയിക്കാൻ. നിങ്ങൾ ഈ 9 എണ്ണത്തിൽ ഒറ്റ എണ്ണം പോലും അത് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഒന്ന് അംഗീകരിക്കണ്ടേ? ഞാൻ ഈ ഔദ്യോഗിക വേദിയിലാണ് ഇത് പറയുന്നത്. ഇത് ചാനലിൽ പോകുന്നുണ്ട്, ലൈവ് ഉണ്ട്, റെക്കോർഡ് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇത് വെല്ലുവിളിയാ. നിങ്ങളുടെ സംവാദത്തിന് തയ്യാറുണ്ടോ? വേറെ ആരുമാണ്? ഞാൻ ഒറ്റക്ക് വരാം. ഈ 9 കാര്യം നിങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുന്നത് അത് കളവാണെന്ന് തെളിയിക്കാൻ വരാൻ തയ്യാറാ. എന്ന് ഈ പത്രക്കാരന്റെ മുന്നിലും പൊതുസമൂഹത്തിന് മുന്നിൽ നുണ പറഞ്ഞിട്ട് പറ്റിക്ക. ഇത് കേൾക്കുമ്പോൾ ആളുകൾ എന്താ മനസ്സിലാക്ക? സമസ്ത 9 തീരുമാനം പറഞ്ഞ സമസ്ത അംഗീകരിച്ചിട്ടില്ല, ഓല് പിന്നെ ഞങ്ങളെ പുറത്താക്കി. ഇതിങ്ങനെ കരഞ്ഞാല് ഇത് മാത്രം കേൾക്കുന്ന ആളുകൾ സത്യമാണെന്ന് വിശ്വസിക്കൂലേ? സുഹൃത്തുക്കളെ, സമസ്തയുടെ ഉലമാക്കളെ ചതിക്കുകയായിരുന്നു. അവരൊരുപാട് താന്നു ക്ഷമിച്ചു. വർഷങ്ങളായി അവരെ പലപ്പോഴും ഉപദേശിച്ചു, മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി. അവസാനം നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ ഡിസംബർ 11-ാം തീയതി അവസാനത്തെ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട സമസ്ത നടത്തിയത്. എന്നിട്ട് പറഞ്ഞത് എന്താ? ഇയാള് തെരഞ്ഞെടുക്കപ്പെട്ടതിനാലും സമസ്തയുടെ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും കൂടി എടുത്ത 9 തീരുമാനങ്ങൾ CIC അംഗീകരിച്ച് നടപ്പാക്കാത്തതിനാലും അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ CIC സംവിധാനവുമായി, ഇവിടെ CIC കൃത്യമായി സമസ്ത പറഞ്ഞു, സംവിധാനവുമായി സമസ്തക്ക് ബന്ധമില്ലെന്ന് യോഗം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ഇനി ഈ തീരുമാനത്തിൽ ഒരു ക്ലോസ് വെച്ചു. എന്നാൽ ഇരു നേതാക്കളും എടുത്ത 9 തീരുമാനങ്ങൾ CIC-യെ കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ സമസ്ത നേതാക്കളോട് പറഞ്ഞത് നടപ്പാക്കുന്ന മുറക്ക് മേൽ തീരുമാനം പുനഃപരിശോധിക്കാനും തീരുമാനിച്ചു. സ്വാദിഖ് അലി തങ്ങൾ അവസാനം പറഞ്ഞിരുന്നു, ഞാൻ ഒന്നുകൂടെ ശ്രമിക്കട്ടെ, അള്ളാഹു തങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ,
ഞാൻ ഒന്നുകൂടെ പരിശ്രമിക്കട്ടെ, ആ 9 തീരുമാനം ഞാൻ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാം. അപ്പൊ സമസ്ത തീരുമാനിച്ചു, തങ്ങളെ നിങ്ങൾ പറഞ്ഞ് അംഗീകരിപ്പിച്ചാൽ അവരെ നടപ്പാക്കി വന്ന നമുക്ക് മുഷാവറയും കൂടി തീരുമാനം പുനഃപരിശോധിക്കാം. ആ ഒരു വാതിൽ ഇപ്പോഴും തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ 11-ാം തീയതി കഴിഞ്ഞ് 13-ാം തീയതിയാണ് ഇയാള് ഫേസ്ബുക്കിലിട്ടത്. എന്താ ഫേസ്ബുക്കിലിട്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കളോട് പറഞ്ഞത്? CIC രജിസ്ട്രേഡ് സൊസൈറ്റി ആയതിനാൽ, ഇതൊരു വലിയ പേടിപ്പിക്കല. സൊസൈറ്റി ആക്ട് ഇടക്കിടക്ക് പറയും, ഇത് സൊസൈറ്റി ആക്ട് ആണ്, 1890 സൊസൈറ്റി ആക്ട് ആണ്, രജിസ്ട്രേഡ് ആണ്, സ്വന്തം എന്താണ് ഇൻഡിറ്റിയോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കും. എന്നിട്ട് ഇത് ഗവൺമെന്റ് ആക്ട് പ്രകാരം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. അതാ മധ്യസ്ഥന്മാർ അന്തിമമായി തന്ന കാര്യങ്ങൾ നിയമത്തിന്റെ വെളിച്ചത്തിൽ സംസാരിക്കാൻ തയ്യാറാണ്. ആക്ടും ഭരണഘടനയും ജനറൽ ബോഡിയും അംഗീകരിക്കാത്തതും അധികാര പരിധിക്ക് പുറത്തുള്ളതും അംഗീകരിക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ ഒഴിഞ്ഞു പോകാൻ ഞങ്ങൾ പലതവണ തയ്യാറായിരുന്നു, ധാരാളം സഹിച്ചു. പടച്ചവൻ സാക്ഷി, പടച്ചവൻ സാക്ഷിയാകും. ഹക്കീമൊയിലേറെ ഈ ചതികൾക്കൊക്കെ പടച്ചവൻ സാക്ഷിയാകും. സമസ്തയുടെ ഉലമാക്കളെ നിങ്ങൾ ചതിച്ചതിന് പടച്ചവൻ സാക്ഷിയാകും. നിങ്ങളാണ് നിയമവിരുദ്ധമായ ഈ സൊസൈറ്റി ആക്ട് വെട്ടിയത്, നിങ്ങളാ, സമസ്തയല്ല. സമസ്ത എന്താ പറഞ്ഞത്? 2004 നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത്, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിൽ അവരൊക്കെ നേതൃത്വം നൽകിയ CIC അവർ ഒപ്പിട്ട് കൊടുത്ത ഭരണഘടന, ഈ തങ്ങന്മാർ ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്ത ഭരണഘടന, അത് നിങ്ങളാണ് വെട്ടിയത്, നിങ്ങളാണ് ഭേദഗതി വരുത്തിയത്, നിങ്ങളാണ് നിയമത്തിനെതിരായി ചെയ്തത്, നിങ്ങളാണ് ആക്ടിനും ഭരണഘടനക്കും എതിരായത്, സമസ്തയല്ല. സമസ്ത പഴയത് നിലനിർത്തണം എന്ന് മാത്രമാണ് നിങ്ങളുടെ ആവശ്യപ്പെട്ടത്. എന്നിങ്ങനെ പേടിപ്പിക്കുക, ഭരണഘടന ആക്ട് അതുകൊണ്ട് നിവൃത്തിയില്ല, ഞങ്ങൾ ഒഴിഞ്ഞു പോരാൻ കുറെ നോക്കി. നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ നോക്കിയതുകൊണ്ട് അല്ല നിങ്ങൾ അങ്ങനെ വിട്ടു. അങ്ങനെയാണ് നിങ്ങൾ ഏത് വഴിക്ക് ആ വഴിക്ക് തെളിക്കലല്ല. പിന്നെ എല്ലാ മധ്യസ്ഥന്മാരും എല്ലാ ആളുകളും ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരണം, ഈ മുഖ്യധാരയിലേക്ക്. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ പിന്നെ പഠിച്ചോ അങ്ങനെ തെളിച്ചു വിടലാണ്. അതാ ഇപ്പൊ സംഭവിച്ചത്. നിങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയട്ടെ. പിന്നെ വേറെ ചില ആളുകൾ ഇപ്പോൾ വന്ന് വിശദീകരിക്കുക. അവര് സമസ്ത ആളുകളാന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നത് എന്താണ്? CICക്കെതിരുള്ള തീരുമാനം സമസ്ത മുഷാവറ എടുത്തത് വേറെ ചില ആളുകളുടെ സമ്മർദ്ദം കൊണ്ടാണ്. അതിന് ഷജറകൾ എന്ന് പോലും പറയാം. ഷജറകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് സമസ്ത മുഷാവറ എടുത്തതാ. മുഷാവറ അംഗങ്ങൾ പാവങ്ങളല്ലേ, സാധുക്കളല്ലേ? ഓർക്ക് എന്താ അതിൻ്റെ അർത്ഥം? ഓറ്റക്ക് സ്വന്തം ബുദ്ധിയും വിവരമൊന്നുമില്ലല്ലോ, ഒറ്റ വയസ്സായ ലോകം തിരിയാത്ത ആളുകളല്ലേ, ഓൽക്കതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഷജറക്കാർ പറഞ്ഞപ്പോൾ ഓലങ്ങോട്ട് തീരുമാനിച്ചു, അല്ലാതെ സമസ്ത പിന്നെ ഇത് അങ്ങനെ ആത്മാർത്ഥമായി തീരുമാനിച്ചതല്ല. ആരെയാണ് നിങ്ങൾ പാവങ്ങളാണ്, സാധുക്കളാണ്, ഒന്നും തിരിയാത്തവരാണ്, ബുദ്ധി കുറഞ്ഞവരാണ്, ഇത് പഴയ കാലഘട്ടത്തിൽ അത്തും പിത്തും ബാധിച്ചു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതുപോലെ സമസ്തയുടെ മുഷാവറ അവര് പാവങ്ങളാണ്, അവര് സാധുക്കളാണ്, വിവരമില്ലാത്തവരാണ്, ബുദ്ധി കുറഞ്ഞവരാണ്, ചിന്താശേഷി ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ മുഷാവറയിൽ, ഈ കഴിഞ്ഞ മുഷാവറ ഇത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോ നിങ്ങൾ കേട്ടോളൂ, പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. തങ്ങളാണോ ഈ ബുദ്ധിയില്ലാത്തയാള്? നിങ്ങൾ വ്യക്തമാക്കണം. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് സ്വാഗതം പറഞ്ഞു. MT അബ്ദുള്ള മുസ്ലിയാർ, UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ, MP കുഞ്ഞുമുദ് മുസ്ലിയാർ എന്നല്ലായ കോട്ടമല മൊയ്തീൻ കുട്ടി ഉസ്താദ്, ഉമർ ഫൈലി മുക്കം, KT ഹംസ മുസ്ലിയാർ വയനാട്, മൂസക്കോയ മുസ്ലിയാർ, PK മൂസക്കുട്ടി ഹസ്രത്ത്, ഹൈദർ ഫൈലി പനങ്ങാങ്കര, ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി കൂരിയാട്, മൊയ്തീൻ കുട്ടി ഉസ്താദ് വാക്കോട്, KKP അബ്ദുള്ള മുസ്ലിയാർ, PK ഹംസക്കുട്ടി മുസ്ലിയാർ, ഡോക്ടർ PK ഹംസക്കുട്ടി മുസ്ലിയാർ ആദിർശേരി, IB ഉസ്മാൻ ഫൈലി, MM അബ്ദുള്ള ഫൈലി, അതേപോലെ MP മുസ്തഫൽ ഫൈലി, BK അബ്ദുൽ ഖാദർ മുസ്ലിം ബംബറാണ, മായൻ മുസ്ലിയാർ തൊട്ടി, PM അബ്ദുസലാം ബാക്കൈ വടക്കേക്കാട്, MP അബ്ദുൽ ഖാദർ മുസ്ലിയാർ, CK സൈദാലിക്കുട്ടി ഫൈലി കോറാട്, അസ്ഹർ അലി ഫൈലി പട്ടിക്കാട്, ഡോക്ടർ CK അബ്ദുറഹ്മാൻ ഫൈലി, KM ഉസ്മാൻ ഫൈലി തോടാറ്, അബൂബക്കർ ദാരിമി ഒളവണ്ണ, PV അബ്ദുസലാം ദാരിമി ആലമ്പാടി. ഇത്രയും ആളുകളാണ് അന്നത്തെ മുഷാവറിൽ പങ്കെടുത്തത്. ഇവരിൽ ആരാണ് നിങ്ങൾ പറയുന്ന സാധുക്കൾ? വിവരമില്ലാത്തവർ, ദീർഘദൃഷ്ടിയില്ലാത്തവർ. ഇവര് സ്വന്തം താല്പര്യപ്രകാരം അല്ല തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞ് സമസ്തയുടെ തീരുമാനത്തെ വില കുറച്ച് കാണിക്കാൻ, സമസ്തയുടെ പേരിൽ വേദി കെട്ടി വന്നാലോ, സമസ്തയുടെ ആളുകൾ എന്ന് പറഞ്ഞു വന്നാലോ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ സമസ്തയുടെ കൂടെയാണ്, സമസ്തയുടെ മുഷാവറയുടെ കൂടെയാണ്. ഇവരൊക്കെ ദീർഘദൃഷ്ടിയുള്ള ആലിമീങ്ങളാ. ഇവർക്ക് ആർക്കാ ബുദ്ധിഭ്രംശം സംഭവിച്ചിട്ടുള്ളത്?
ഈ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ട്, ഈ കൂട്ടത്തിൽ വലിയ വിദ്യാഭ്യാസ വിദഗ്ധന്മാരുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരു എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറ. നിങ്ങൾ ആരെങ്കിലും ഈ മുശാവറ അംഗങ്ങളിൽ ആരെങ്കിലും ഒരാള് ഇനി പങ്കെടുക്കാത്ത ഒരു മുശാവറ അംഗം പറഞ്ഞിട്ടുണ്ടോ? CIC-ക്കെതിരെ സമസ്ത എടുത്ത തീരുമാനത്തിൽ ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രഖ്യാപിച്ചു. മാത്രമല്ല, അന്ന് 2023 ഏപ്രിൽ പ്രഖ്യാപനം വന്നപ്പോ സമസ്തയുടെ വൈസ് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ശൈഖുന നല്ലായ ഉസ്താദ് നടത്തുന്ന സ്ഥാപനത്തിൽ വാഫി സംവിധാനമായിരുന്നു. ഉസ്താദ് ഒഴിവാക്കി അവിടേക്ക് SNEC കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട ശൈഖുന മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ സ്ഥാപനം, ഗ്രേസ് വാലിയിലെ സ്ഥാപനം, സമസ്തയെ അംഗീകരിക്കുന്ന ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ അനുയായികൾ, ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള അവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ചു വഫിയെ ഒഴിവാക്കി അവരുടെ SNEC കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട അള്ളാന്റെ വലിയും സൂഫി വര്യനുമായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ചെറുവാളൂർ ഉസ്താദ് തൃശൂർ ജില്ലയിൽ വാഫി സ്ഥാപനം നടത്തിയിരുന്നു. അത് ഒഴിവാക്കി അവിടെ ദാറുൽ ഹുദയുമായി അഫിലിയേറ്റ് ചെയ്തു. അതേപോലെ നിരവധി സ്ഥാപനങ്ങൾ ഹക്കീം ഫൈദ് പറഞ്ഞതുപോലെ 41 സ്ഥാപനങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ഇനിയും മാറിപ്പോകും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾക്ക് ഗ്യാപ്പുണ്ട്. നിങ്ങൾ പാണക്കാട്ട തങ്ങൾ പറഞ്ഞതെങ്കിലും അനുസരിച്ച് തിരിച്ചു വരണം. ഇപ്പോഴും ഞങ്ങളതാ പറയുന്നത്, പടിയടച്ച് പിണ്ടം വെച്ചിട്ടില്ല. നിങ്ങൾക്ക് തിരിച്ചു വരാൻ വഴിയുണ്ട്. ആ കിളിവാതിൽ തുറന്നു വെച്ചിട്ടാണ് സമസ്തയുടെ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് വേദനയുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇസ്സത്തോടെ ഐക്യത്തോടെ സമസ്തയുടെ കീഴിലായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട പാണക്കാട്ട സാദാത്തുക്കളും അതേപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നതമായ നേതൃത്വവും സമസ്തയുടെ ഓരോ കീഴ്ഘടകങ്ങളും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും. ഈ ആദർശ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന SKSF-ന്റെ കമ്മിറ്റിയാണ്. നമ്മുടെ ഓരോ കീഴ്ഘടകങ്ങളുടെയും വിദ്യാഭ്യാസ ബോർഡിലും അതേപോലെ SYS-ലും ഓരോ സംവിധാനത്തിലും പാണക്കാട്ട നേതാക്കളുണ്ട്. അവരോടൊപ്പം തന്നെ അവരൊക്കെ സമസ്തയുടെ കൂടെ നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. സമസ്തയുടെ കൂടെ നിൽക്കേണ്ടവർക്ക് കൂടെ നിൽക്കാം. ഇതൊക്കെ കൊതറി മാറി നിങ്ങൾ വലിച്ചെറിഞ്ഞ് ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ ഒറ്റപ്പെട്ടു പോകാം. സമസ്തയുടെ ചരിത്രം പഠിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ ഖൈറിന്റെ വഴി തുറന്നു തരട്ടെ. പടച്ച റബ്ബ് വഴികേടുകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രൗഢമായ ഈ സമ്മേളനം അൽഹംദുലില്ലാ. എനിക്ക് വലിയൊരു സന്തോഷമുള്ളത് ഇത്ര സമയമായിട്ടും ആരും എഴുന്നേറ്റ് പോകാതെ തന്നെ ഇവിടെ ഇരുന്നു. അൽഹംദുലില്ലാ. പലപ്പോഴും ചില ആളുകൾക്ക് തലപ്പുറ കക്ഷികൾക്കൊരു പണിയുണ്ട്, കസേര ഒഴിഞ്ഞു കടന്നു എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് വിടൽ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഈ നാട്ടുകാർ ഇവിടെ ഒരുക്കിയ ഇരിപ്പിടം തികയാതെ മണിക്കൂറുകൾ എഴുന്നേറ്റ് നിന്ന് കാത്തിരുന്നു കൊണ്ടാണ് ഈ സമ്മേളനം അവസാനിപ്പിക്കുന്നത്. മേഖലാ കമ്മിറ്റിക്കും സംഘാടകർക്കും അഭിനന്ദനം നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തിനൊരു കുട്ടി മദ്രസ വിദ്യാർത്ഥി ആക്സിഡന്റിൽ മരണപ്പെട്ടു. അല്ലാഹുവേ കുടുംബത്തിന് സമാധാനം നൽകണേ റബ്ബേ. ആ കുഞ്ഞിനെ ആ കുടുംബത്തിന് സ്വർഗത്തിലേക്കുള്ള ഒരു സൂക്ഷിപ്പ് സ്വത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഷഹീദിൻ്റെ പ്രതിഫലം നൽകണേ റബ്ബേ. അതേപോലെ നമ്മുടെ അലവിക്കുട്ടി ഹാജി, നമ്മുടെയൊക്കെ പഴയ കാലത്തൊക്കെ ഈ അടുത്ത കാലം വരെയും സമസ്തയുടെ സമ്മേളനങ്ങൾ മനോഹരമായ വാങ്കൊലി മുഴക്കിയിരുന്ന, സമസ്തയുടെ മുഅദ്ദിൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ നേതാക്കളുടെയും മനയുടെയും മനസ്സിൽ ഇസ്സത്തോടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ അലവിക്കുട്ടി ഹാജി അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരുപാട് നമ്മുടെ ഒരു പ്രവർത്തകൻ ബാവ എന്ന് പറയുന്നൊരു പ്രവർത്തകൻ, അതേപോലെ മുണ്ടംപറമ്പിലെ കുഞ്ഞാൻ എന്ന പ്രവർത്തനം അവർ മരണപ്പെട്ടുപോയി. അടുത്ത ദിവസങ്ങളിലൊക്കെ മരണപ്പെട്ടുപോയി. ഇന്ന് മരണപ്പെട്ടുപോയി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമസ്തയുടെയും സുന്നത്ത് ജമാഅത്തിൻ്റെ വേദികളിൽ ആകെ നമുക്ക് കിട്ടുന്ന ലാഭം അവസാനം നടക്കുന്ന ഒരു ദുആയാണ്. അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാനെ. പടച്ചവനെ ഒറ്റ കാര്യം, ഞങ്ങളൊക്കെ മറ്റൊന്നും ആഗ്രഹിച്ചിട്ടല്ല, സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ച് ഇവിടെ വന്നാൽ ബക്കറ്റിൽ സംഭാവന ഇട്ട് കൊടുത്ത്, അതേപോലെ
സമയവും മറ്റുമൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമ്പത്തും ചെലവഴിച്ച് ഓടി നടക്കുന്ന ഒരുപാട് സാധാരണക്കാരായ പ്രവർത്തകർ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, റബ്ബേ നിൻ്റെ ദീൻ നിലനിൽക്കണം, സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം, മഹാന്മാരുടെ വഴി നിലനിൽക്കണം. അള്ളാഹുവേ പടച്ചവനെ സമസ്തക്ക് വേണ്ടി, ദീനിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഞങ്ങൾക്കൊക്കെ നിലനിൽക്കാൻ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ എല്ലാ കുതന്ത്രകായുടെ കുതന്ത്രങ്ങളും പരാജയപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും നേതൃത്വത്തിനും ഇസ്സത്ത് നൽകണേ റബ്ബേ. ഐക്യം നിലനിർത്തണേ റബ്ബേ. പടച്ചവനെ സമസ്തയും അതേപോലെ ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും, മഹല്ലുകളും, പള്ളികളും, ജമാഅത്തുകളും, സ്ഥാപനങ്ങളും, സമസ്തയുടെ സംവിധാനങ്ങളും, സമസ്തയോടൊപ്പം സ്നേഹത്തോടെ നിലനിൽക്കുന്ന ഞങ്ങളുടെ എല്ലാ നേതാക്കളും, പാണക്കാട്ട് സാദാത്തുക്കൾ, കോഴിക്കോട്ടെ ഖാദിമാര്, മറ്റുള്ള തങ്ങന്മാർ, തങ്ങൾ കുടുംബങ്ങൾ, അതോടൊപ്പം തന്നെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ ഒരു ഐക്യം വളരെ ഭദ്രമായി ഈ ഉമ്മത്തിന് വേണ്ടി ഇസ്സത്തോടെ നിലനിർത്തി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.